ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC GDയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 11th February ഷിഫ്റ്റ് 3ൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് x is to y is equal to 6 is to 5 and z is to y is equal to 9 is to 25, then what is the ratio of x is to z? ഓക്കെ, അപ്പോൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഈസ് ടു വൈ തന്നിട്ടുണ്ട്. എത്രയാണ്? എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു 6 ഈസ് ടു 5. ഇസഡ് ഈസ് ടു വൈ, ഇസഡ് ഈസ് ടു വൈ എത്രയാണ്? 9 ഈസ് ടു 25. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ടു ഇസഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ വൈയും സെയിം ആക്കുക. ഇവിടെ വൈയും കമ്പയർ ചെയ്യാം. ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് 5 ആണ്, ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് 25 ആണ്. ഓക്കെ, അപ്പോൾ ഈ 5 എന്ത് ചെയ്യുക? 25 ആക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 25 ആക്കാൻ ഇവിടെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ടു വൈ എന്തായി? എക്സ് ഈസ് ടു വൈ ഈസ് ഈക്വൽ ടു 5 × 6 30 ഈസ് ടു 25. ഇനി ഇസഡ് ഈസ് ടു വൈ അതേപോലെ തന്നെ എഴുതുക. എത്രയാണ്? 9 ഈസ് ടു 25. ഓക്കെ, അപ്പോൾ വൈ സെയിം ആക്കിയ ശേഷം ഇനി നമുക്ക് ഡയറക്റ്റ് എഴുതാം. എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് ഈസ് ഈക്വൽ ടു, എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 30, വൈൻ്റെ വാല്യൂ 25, ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 9. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എക്സ് ഈസ് ടു ഇസഡ് എന്നാണ്. സോ എക്സ് ഈസ് ടു ഇസഡ്, എക്സ് ഈസ് ടു ഇസഡ് എന്ന് പറയുന്നത് 30 ഈസ് ടു 9 ആണ്. വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം, 3 വെച്ച് കട്ട് ചെയ്യാം. 3 × 10 30, 3 × 3 9. അപ്പോൾ 10 ഈസ് ടു 3 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സ് വൈ ഇസഡ് ഇങ്ങനെ എഴുതുക. എക്സ് ഈസ് ടു വൈ എത്രയാണ്? 6 ഈസ് ടു 5 തന്നിട്ടുണ്ട്. ഇനി എക്സ് ഈസ് ടു ഇസഡ് എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് ഈസ് ടു ഇസഡ്. ഓക്കെ, എക്സ് ഈസ് ടു ഇസഡ് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ എക്സ് ഈസ് ടു ഇസഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇസഡ് ഈസ് ടു വൈ ആണ് വേറെ തന്നിരിക്കുന്നത് അല്ലേ? ഇസഡ് ഈസ് ടു വൈ എത്രയാണ്? 9 25 ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഈസ് ടു വൈ 6 ഈസ് ടു 5 എന്ന് എഴുതി. ഇനി ഇസഡ് ഈസ് ടു വൈ അഥവാ വൈ ഈസ് ടു ഇസഡ് എത്രയാണ്? 25 ഈസ് ടു 9, അല്ലെങ്കിൽ ഇസഡ് ഈസ് ടു വൈ ആണെങ്കിൽ 9 ഈസ് ടു 25. അത് നമ്മളിങ്ങനെ എഴുതി. ഇനി ഇവിടെ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് എഴുതുക. ഇവിടെ 5 എഴുതി, ഇവിടെ എത്രയാണ്? 25 എഴുതി. ഓക്കെ, എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 25 ഈസ് ടു 5 × 25 ഈസ് ടു 5 × 9. ഓക്കെ, അപ്പോൾ ഇനി കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ 5 കോമൺ ആണ് മൂന്നിലും. ഇവിടെ 5 വെട്ടി, ഇവിടെ ഒരു 5 വെട്ടി, ഇനി ഇവിടെ ഒരു 5 വെട്ടി. ഓക്കെ, ഇവിടെ 5 5s are 25 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. 6 × 5 എത്രയാണ്? 30 ഈസ് ടു 25 ഈസ് ടു ഇവിടെ എത്രയാണ്? 9. ഓക്കെ, അപ്പോൾ എക്സ് 30, വൈ 25, ഇസഡ് 9. ഇനി എക്സ് ഈസ് ടു ഇസഡ് 30 ഈസ് ടു 9 നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. 10 ഈസ് ടു 3 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആദ്യത്തെ മെത്തേഡാണ് എളുപ്പം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പിൽ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ വൈ സെയിം ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് മനോജ് പർച്ചേസസ് 324 ടോഫീസ് ഫോർ rupees 486, then how many toffees should he sell for rupees 90 to earn 50% പ്രോഫിറ്റ്? അപ്പോൾ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് എന്താണ് ചോദ്യം? എന്താണ്? ഇഫ് മനോജ് പർച്ചേസസ് 324 ടോഫീസ് ഫോർ rupees 486, അതായത് 486 രൂപയ്ക്ക് 324 ടോഫീസ് മേടിക്കുകയാണ്. ദെൻ ഹൗ മെനി ടോഫീസ് ഷുഡ് ഹി സെൽ ഫോർ rupees 90 ടു ഏൺ 50% പ്രോഫിറ്റ്? അതായത് 90 രൂപയ്ക്ക് അദ്ദേഹം എത്ര ടോഫീസ് വിറ്റാലാണ് 50% ലാഭം കിട്ടുക? ഓക്കെ, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ്, നമ്മൾ എപ്പോഴും കോസ്റ്റ് പ്രൈസ് 100% എടുക്കുക. ഓക്കെ, ബേസിക്കലി നമ്മൾ 100% കോസ്റ്റ് പ്രൈസ് എടുക്കുക. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് വേണ്ട പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് 50% ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 150% ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 150% ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ അടുത്ത് അതായത് എത്ര ടോഫീസാണ് വിൽക്കേണ്ടതെന്നാണ്. എത്ര രൂപയ്ക്ക്? 90 രൂപയ്ക്ക്. ഓക്കെ, 90 രൂപയ്ക്ക്. അപ്പോൾ ഈ 90 ഒന്ന് നോട്ട് ചെയ്യുക, ഈ 90 ഒന്ന് നോട്ട് ചെയ്യുക. 90 രൂപയ്ക്ക് എത്ര ടോഫീസ് വിൽക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടെ 90 സെയിം ആക്കുക. ഫോർ എക്സാമ്പിൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ 486 രൂപയ്ക്ക് 324 ടോഫീസ് കിട്ടി. ആ 486 പകരം 90 രൂപയ്ക്കായിരുന്നെങ്കിൽ എത്ര ടോഫീസ് കിട്ടിയേനെ എന്ന് കണ്ടുപിടിക്കുക. കാരണം എന്താണ്? എന്നിട്ട് 90 രൂപയ്ക്ക് എത്ര വിൽക്കണം എന്നും കണ്ടുപിടിക്കുക. അതായത് അവിടെ 90 സെയിം ആക്കുക, പ്രൈസ് സെയിം ആക്കുക. ഓക്കെ, വാങ്ങിച്ച പ്രൈസും വിൽക്കുന്ന പ്രൈസും സെയിം ആക്കുക. ഓക്കെ, അപ്പോൾ 90 രൂപയ്ക്ക് ഇദ്ദേഹം വാങ്ങിക്കുന്നു, 90 രൂപയ്ക്ക് ഇദ്ദേഹം വിൽക്കുന്നു, അങ്ങനെ ആക്കുക. ഓക്കെ, നമുക്ക് എഴുതി കാണിച്ചു തരാം. ഇപ്പം നോക്കിയേ, 486 രൂപയ്ക്ക് എത്രയാണ്? 324 ടോഫീസ്. ഓക്കെ, അപ്പോൾ 90 രൂപയ്ക്ക് എത്രയായിരിക്കും? 90 രൂപയ്ക്ക് 324 ഡിവൈഡഡ് ബൈ 486. 324 ഡിവൈഡഡ് ബൈ 486 ഇൻറ്റു 90 അല്ലേ? 486 രൂപയ്ക്ക് 324 ടോഫീസ്. അപ്പോൾ 1 രൂപയ്ക്ക് എത്രയാണ്? 324 ബൈ 486. അപ്പോൾ 90 രൂപയ്ക്ക് എത്രയാണ്? 324 ബൈ 486 ഇൻറ്റു 90. ഓക്കെ, അപ്പോൾ 90 രൂപയ്ക്ക് ഇത്ര ടോഫീസാണ് അദ്ദേഹത്തിന് കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ നമ്പർ അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ ഞാനിത് മാറ്റിയാണ്, ഈ നമ്പർ അതേപോലെ എഴുതി. ഇത് നോക്കി, ഇത് നമ്പറാണ് 324 ഡിവൈഡഡ് ബൈ 486 ഇൻറ്റു 90. ഓക്കെ, ഇത് 90 രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിച്ച ടോഫീസാണ്. ഇനി ഇത് വാങ്ങിച്ച ടോഫീസാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എപ്പോഴും നമ്മൾ 100% എന്നാണ് എഴുതുക. അപ്പോൾ 100% ഇടുക. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് 100% ഇടുക. ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 90 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇതെന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. ഇനി ഇത് 90 രൂപയ്ക്ക് എത്ര വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നമ്പർ എക്സ് എന്ന് ഇടുക. ഓക്കെ, ഈക്വൽ ടു എക്സ് ഇൻറ്റു, ഇനി ഇത് പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. എത്ര ശതമാനം പ്രോഫിറ്റ്? 50% പ്രോഫിറ്റ്. അപ്പോൾ എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 150%. അതായത് 150% സെല്ലിംഗ് പ്രൈസിനാണ് ഇത് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തായി? ഇത് 90 രൂപയ്ക്കായി, ഇതും 90 രൂപയ്ക്കായി. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് ആ എക്സ് കണ്ടുപിടിക്കുക, ഉത്തരം കിട്ടും. ഇവിടെ നോക്കിയേ, ഈ 100ഉം 150 നമുക്ക് 50 വെച്ച് കട്ട് ചെയ്യാം. 50 × 2 100, 50 × 3 150. ഓക്കെ ആണല്ലോ? ഇനി 324 486. ഏറ്റവും എളുപ്പമുള്ള നമ്പർ ഏതാ? 3 + 2 5, 5 + 4 9, 4 + 8 12, 12 + 6 18. 9 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, 9 5 45, റിമൈൻഡർ 3 36, 9ഉം 4 36, 9ഉം 3 27, റിമൈൻഡർ 5 54, 9 6 എത്രയാണ്? 36. ഓക്കെ, ഇനി 9 6 54. അപ്പോൾ നോക്കിയാൽ 36 കിട്ടി, ഇവിടെ 54 ഉണ്ട്. വീണ്ടും 9 വെച്ച് കട്ട് ചെയ്യാം. 9 × 6 54 ആണ്. 9 × 4 എത്രയാണ്? 36 ആണ്. വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 2, ഇവിടെ എത്രയാണ്? 3. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഈ 3ഉം ഈ 90ഉം കട്ട് ചെയ്യാം. എത്രയാണ്? 3 × 30 ആണ് 90. ഈ 3ഉം ഈ 30ഉം കട്ട് ചെയ്യാം. എത്രയാണ്? 10. അപ്പോൾ ഇനി ബാക്കി വന്നത് എന്തൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 2 × 10 × 2. അതായത് 2 × 2 4, 4 × 10 40. ഓക്കെ, അപ്പോൾ 40 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എന്താണ്? അവിടെ നമ്മൾ വാങ്ങിക്കുന്ന കോസ്റ്റും വിൽക്കുന്ന കോസ്റ്റും സെയിം ആക്കി. ഓക്കെ, വാങ്ങിക്കുന്ന കോസ്റ്റ് കോസ്റ്റ് പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ 100% എഴുതി. വിൽക്കുന്ന പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ ലാഭം അടക്കം 150% എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ ചെയ്യും? പെട്ടെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടതെന്ന് ചോദിക്കുക. നോക്കുക, എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്? അതായത് ഹൗ മെനി ടോഫീസ് ഷുഡ് ഹി സെൽ ഫോർ ₹90. ഓക്കെ, 90 റുപ്പീസിനാണ് വിൽക്കേണ്ടത്. അപ്പോൾ 90 നോട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, 486-നാണ് 324. അവിടെ ഈ എമൗണ്ട് സെയിം ആണെന്ന് നോക്കുക. അല്ല, അവിടെ 486 റുപ്പീസാണ്. അതെന്ത് ചെയ്യുക? അത് 90 റുപ്പീസിനാക്കുക. അപ്പോൾ നോക്കി, 90 റുപ്പീസിന് എത്ര ടോഫീസ് കിട്ടും? 324 ഡിവൈഡഡ് ബൈ 486 × 90. അപ്പോൾ ടോഫീസിൻ്റെ നമ്പറായി. ഇനി ഇത് കോസ്റ്റ് പ്രൈസ് ആണോ ചെക്ക് ചെയ്യുക? അതെ. അപ്പോൾ നമ്മൾ 100% എഴുതി, ഈക്വൽ ടു. ഇനി 90 രൂപയ്ക്ക് എത്ര വിൽക്കണം എന്നാണ്. അപ്പോൾ ആ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ആ നമ്പർ എക്സ് എന്ന് എഴുതുക. ഇനി അത് സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ? അത് എത്രയാണ്? 50% പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര എഴുതുക? 150% എഴുതുക.
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് ആയി, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയി, രണ്ടും 90ൻ്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 40 ആയിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the length of the diagonal of a square is 14 centimeter, then what will be the area of the square? അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ട്, എന്നിട്ട് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വയർ വരച്ച് നോക്കാം. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗിൾ തിയറം അല്ലേ, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് ഇതെന്താണ്? ഇത് രണ്ടും പെർപെൻഡിക്കുലർ സൈഡാണ്, ഇത് ബേസ് ആണ്. ഇത് എത്ര വരും? ഇത് √2a വരും. ഓക്കെ, അപ്പോൾ ഡയഗണൽ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് √2a ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്? ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ ആണ്, അതായത് a സ്ക്വയർ. ഓക്കെ, അപ്പോൾ a സ്ക്വയർ കിട്ടിയാൽ ഏരിയ ആയി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഡയഗണൽ സ്ക്വയർ ചെയ്തു, d സ്ക്വയർ = ഈ √2 എന്ന് പറയുന്നത് 2 ആയി, ഈ a എന്ന് പറയുന്നത് a സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് വേണ്ടത് ഏരിയ ആണ്, അതായത് a സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ നോക്കി a സ്ക്വയർ ഇവിടെ ഉണ്ട്. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി? d സ്ക്വയർ ബൈ 2. ഓക്കെ, d സ്ക്വയർ ബൈ 2. അപ്പോൾ ഡയറക്റ്റ് ഫോമാണ്. ഇപ്പോൾ ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 14. അപ്പോൾ 14ൻ്റെ സ്ക്വയർ എടുക്കുക, 14 × 14 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ 2. 14/2 എത്രയാണ്? 7 ആണ്. ഇനി ഇവിടെ നോക്കിയേ, 14 × 7, ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 7 ആണ്. 4 7 എത്രയാണ്? 28. അതായത് യൂണിറ്റ് ഡിജിറ്റ് അവിടെ 8 ആണ് വരിക. അപ്പോൾ 8 ഉള്ള ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ നോക്കിയേ, ഇവിടെ ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ ഇതായിരിക്കും ഉത്തരം, സി. ഓക്കെ, 14 × 7 98 ആണ്. എന്നാലും 4 7 28, യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. അപ്പോൾ 8 ഉള്ള ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ സി ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Ravi, Manish and Naveen alone can complete a work in 30 days, 15 days and 10 days respectively. They start the work together, but Ravi leaves the work after 2 days of the starting of the work and Manish leaves the work after 3 days more. In how many days Naveen will complete the remaining work? Okay. അപ്പോൾ ടൈം ആൻഡ് വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. രവി, മനീഷ് ആൻഡ് നവീൻ 3 പേരും വർക്ക് ചെയ്യുന്നു. രവിക്ക് എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. മനീഷിന് എത്ര ദിവസം എടുക്കും? 15 ദിവസം എടുക്കും. നവീന് 10 ദിവസം എടുക്കും. ഓക്കെ, അപ്പോൾ അവർ 3 പേരും കൂടി വർക്ക് ചെയ്യാണ്. ഇനി ദേ സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ ബട്ട് രവി ലീവ്സ് ദ വർക്ക് ആഫ്റ്റർ 2 days. ഓക്കെ, അപ്പോൾ നോക്കിയേ, ആദ്യത്തെ 2 ദിവസം ഇവർ 3 പേരും വർക്ക് ചെയ്തെന്നാണല്ലോ ആ ഉദ്ദേശിക്കണമെന്ന്. എത്രയാണ്? രവി, ആരൊക്കെയാണ്? രവി, മനീഷ്, നവീൻ. ഇവർ 3 പേരും കൂടി ആദ്യത്തെ 2 ദിവസം വർക്ക് ചെയ്തു. ആ 2 ദിവസത്തിന് ശേഷം ആരാ പോയത്? രവി ലീവ്സ് ദ വർക്ക്, രവി പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ളത് ആരാണ്? മനീഷും നവീനും. അപ്പോൾ ഞാനിവിടെ എഴുതി മനീഷും നവീനും. ഓക്കെ, ഇനി മനീഷ് ലീവ്സ് ദ വർക്ക് ആഫ്റ്റർ 3 days മോർ. അതായത് രവി പോയതിന് ശേഷം 3 ദിവസം കൂടി കഴിഞ്ഞിട്ട് മനീഷും കൂടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ 3 ദിവസം ആരാ വർക്ക് ചെയ്തത്? ആ 3 ദിവസവും മനീഷും നവീനും കൂടി വർക്ക് ചെയ്തു. അത് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മനീഷ് പോയി, ഇനി ആരാ ബാക്കിയുള്ളത്? ഇനി നവീനാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ നവീൻ റിമൈനിങ് വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്. ഇനി നമുക്ക് ടൈം ആൻഡ് വർക്കിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് ടൈം ആൻഡ് വർക്കിൽ ഒരു ഒറ്റ ബേസിക് ഫോമിലുള്ളൂ. എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഓക്കെ, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിച്ചും വരും. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ എഫിഷ്യൻസി. ഇത് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോരുത്തരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫിഷ്യൻസി മെത്തേഡാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഞാനിങ്ങനെ എഴുതാണ് രവി, മനീഷ്, നവീൻ. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡേയ്സിൻ്റെ LCM ആയിരിക്കും നമ്മൾ ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. കാരണം എന്താ? ഹരിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ 30, 15, 10. അപ്പോൾ ആദ്യം LCM കണ്ടുപിടിക്കണം. 30, 15, 10. അപ്പോൾ നിങ്ങൾ എഴുതുക, വലിയ നമ്പർ ആദ്യം എടുക്കുക, ഫാക്ടേഴ്സ് എഴുതുക. 3 × 2 × 5. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഇനി 15നെ സ്പ്ലിറ്റ് ചെയ്തേ 5 × 3. ഇവനെ സ്പ്ലിറ്റ് ചെയ്തേ 5 × 2. ഇനി ഈ ചെറിയ നമ്പേഴ്സും വലിയ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കമ്പയർ ചെയ്യുക. ഈ ചെറിയ നമ്പറിലുള്ള ഫാക്ടേഴ്സ് ഇവിടെ ഇല്ലെങ്കിൽ
അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ LCM കിട്ടുന്നതാണ്. ഇവിടെ നോക്കിയാൽ 5 ഇവിടെ ഉണ്ട്, അത് വെട്ടിക്കളഞ്ഞു. 3 ഇവിടെ നോക്കിയാൽ 3 ഇവിടെ 3 ഉണ്ട്. 2 ഇവിടെ 2 ഉണ്ട്, കണ്ടോ? അപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ആ വലിയ നമ്പർ തന്നെയായിരിക്കും LCM. അപ്പോൾ LCM ഇവിടെ എന്താണ്? 30 ആണ് LCM. അപ്പോൾ നമ്മുടെ വർക്ക് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് നമുക്ക് 30 എന്ന് കിട്ടി. ഇനി നമ്മൾ ഡേയ്സ് എഴുതുകയാണ്. അപ്പോൾ ഡേയ്സ് എഴുതിക്ക് രവി 30 ദിവസം, മനീഷ് 15, നവീൻ 10 ദിവസം. ഓക്കെ, ഇനി വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക? അടുത്ത എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്, അല്ലേ? വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ വർക്ക് ബൈ ഡേയ്സ് ആണ്. അപ്പോൾ നോക്കിയേ, വർക്ക് ഇവിടെ 30 ആണ്. 30/30 1. അടുത്ത് 30 ഡേയ്സ് 15, 30/15 2, 30/10 എത്രയാണ്? 3. അപ്പോൾ രവിയുടെ എഫിഷ്യൻസി 1, മനീഷിൻ്റെ എഫിഷ്യൻസി 2, നവീൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 3. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ നമുക്ക് ആദ്യം എഴുതിയ കാര്യത്തിലേക്ക് പോവാം. നോക്കിയേ, ആദ്യത്തെ 2 ദിവസം 3 പേര് ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ എത്ര വർക്കാണ് അവർ ആ 2 ദിവസം കൊണ്ട് ചെയ്തത്? അത് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ 3 3 പേരും 2 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ 3 പേരുടെ എഫിഷ്യൻസി കൂട്ടുക. 1 + 2 3, 3 + 3 6. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 6 ആയി, കാരണം 3 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ എത്ര ദിവസം വർക്ക് ചെയ്തു? 2 ദിവസം വർക്ക് ചെയ്തു. എത്രയാണ്? അപ്പോൾ ടോട്ടൽ വർക്ക് 12. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇവർ 3 പേരും 12 വർക്ക് ചെയ്തു. ഇത് നോട്ട് ചെയ്യുക. ഇനി അടുത്ത 3 ദിവസം ആരാണ് വർക്ക് ചെയ്യുന്നത്? പിന്നത്തെ 3 ദിവസം രവി പോയതിന് ശേഷം മനീഷും നവീനും കൂടിയാണ് പിന്നത്തെ 3 ദിവസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മനീഷിൻ്റെയും നവീൻ്റെയും എഫിഷ്യൻസി കൂട്ടുക. എത്രയാണ്? അവർ രണ്ടുപേരും കൂടി കൂടുമ്പോൾ എഫിഷ്യൻസി 5 ആയി. ഇനി അവർ എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്? 3 ദിവസം കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 ദിവസം വർക്ക് ചെയ്തു. അപ്പോൾ ആ വർക്ക് എത്രയായി? 5 × 3 വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ? 5 × 3 15. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഇവർ 12 വർക്ക് ചെയ്തു. പിന്നത്തെ 3 ദിവസം ബാക്കിയുള്ള 2 പേര് 15 വർക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയായി? 27 വർക്ക് മൊത്തം അവർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ടോട്ടൽ വർക്ക് എത്രയാണ്? 30 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. അപ്പം ഇനി റിമൈനിങ് വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 30 - 27 എത്രയാണത്? 3 ആണ് റിമൈനിങ് വർക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 ആണ് റിമൈനിങ് വർക്ക്. ഈ 3 വർക്ക് ആരാ ചെയ്യേണ്ടത്? ബാക്കിയുള്ള ആളാരാ? നവീനാണ്, അല്ലേ? കണ്ടോ, നവീനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഡേയ്സ് കാണാൻ വേണ്ടിയിട്ട് വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്യുക. അപ്പോൾ നോക്കിയേ, റിമൈനിങ് വർക്ക് 3. ആരാണ് വർക്ക് ചെയ്യുന്നത്? നവീനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നവീൻ്റെ എഫിഷ്യൻസി കൊണ്ട് ഹരിക്കുക. 3/3 എത്രയാണ്? 1 ദിവസം കൊണ്ട് നവീൻ ആ വർക്ക് തരും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1 ഡേ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ സം ഓഫ് ₹10640 gives interest of ₹3724 in X years at 5% simple interest. What will be the value of X? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബേസിക് ഫോർമുല? ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P × R × T ഡിവൈഡഡ് ബൈ 100. ഓക്കെ, P × R × T ഡിവൈഡഡ് ബൈ 100. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് 3724 ആണ്. ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൾ എത്രയാണ്? 10640. റേറ്റ് 5 ആണ്. ടൈം നമുക്കറിയില്ല, T തന്നെ ഇടുക, ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ഈ 0 കട്ട് ചെയ്തു. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. 5 × 2 ആണ് 10. ഇവിടെ നോക്കിയാൽ 1064 ഡിവൈഡ് ബൈ 2. 5 വെച്ച് 2 വെച്ച് കട്ട് ചെയ്യാലോ. 2 എത്ര കിട്ടി? 2 5 10. ഇനി 2 3 6, 2 2 4. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് 3724 ഈസ് ഈക്വൽ ടു 532 × T. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നത് 3724 ഡിവൈഡഡ് ബൈ 532. ഇതാണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം നോക്കുക. ഇവിടെ എത്രയാണ് യൂണിറ്റ് ഡിജിറ്റ്? 2 ആണ്, അല്ലേ? ഇവിടെ എത്രയാണ് യൂണിറ്റ് ഡിജിറ്റ്? 4 ആണ്. അപ്പോൾ 2നെ എത്ര ഹരിച്ചാലാണ് 4 കിട്ടുക? 1 2 × 2 4 ആണ്. വീണ്ടും 2 × 7 എത്രയാണ്? 14 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നോക്കുക. ഇവിടെ നോക്കിയേ, 2 × 8 16. ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് തന്നെ. ഓക്കെ, നമുക്ക് 4 ആണ് വേണ്ടത്. ഇവിടെ നോക്കിയേ, 2 × 7 14 ആണ്. കണ്ടോ, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? അപ്പോൾ 7 ആയിരിക്കും ഉത്തരം.
ബാക്കി ഒന്നിനും 4 വരില്ല. 2 × 8 16, അവിടെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. 2 × 6 12, അവിടെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. 2 × 9 18, അവിടെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. ഓക്കെ, നിങ്ങൾ മാനുവലി ഒന്ന് ചെയ്ത് നോക്കുക. 532 × 7 നമുക്ക് ചെയ്ത് നോക്കാം. 7 2 14, ക്യാരി 1, 7 3 21 22, 2 ഇവിടെ 7 5 35 + 2 3 7 2 4. ഓക്കെ, 37 24 അല്ലേ, 3724 കണ്ടോ. അപ്പോൾ ഉത്തരം എന്താണ്? 7 ആണ്, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The LCM and HCF of two numbers are 60 and 4 respectively. If their sum is 32, then what will be the difference of these two numbers? അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ രണ്ട് നമ്പറിൻ്റെയും LCM-ഉം HCF-ഉം തന്നിട്ടുണ്ട് അല്ലേ. LCM എന്താണ്? 60. HCF എന്താണ്? 4. ഇനി അവരുടെ സം എന്താണ്? സമ്മ് 32 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ബേസിക് ഫോമുല എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, LCM × HCF. LCM × HCF is equal to product of two numbers ആണ്. Product of two numbers. ഇതാണ് ബേസിക് ഫോമുല. LCM × HCF is equal to product of two numbers. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇപ്പം നമുക്ക് HCF കിട്ടിക്കഴിഞ്ഞാൽ ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ HCF തരുവാണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പറിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കുമല്ലോ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നല്ല അർത്ഥം. അപ്പോൾ നോക്കിയേ, HCF ഇപ്പോൾ എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, HCF എന്താണ്? എക്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? X × A, X × B എന്ന് എടുക്കാം. ഓക്കെ, X × A, X × B എന്ന് എടുക്കാം. ഒരു ഉദാഹരണം ഞാൻ തരാം. ഇപ്പോൾ നോക്കിയേ, 12 18, 12 18 ഇവരുടെ HCF എന്താണ്? 12ൻ്റെയും 18ൻ്റെയും HCF എന്താണ്? 6 ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ, 6 × 2 6 × 3 കണ്ടോ. HCF ഇവിടെ കോമൺ ഫാക്ടറാണ്. ഈ രണ്ട് കോൺസ്റ്റൻസ് ആണ് കണ്ടോ, 2ഉം 3ഉം. അപ്പോൾ നോക്കിയേ, ഇവിടെ 2ൻ്റെ സ്ഥാനത്ത് A, 3ൻ്റെ സ്ഥാനത്ത് B, Xൻ്റെ സ്ഥാനത്ത് എന്താണ്? HCF ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ അവിടെ നമുക്ക് HCF എന്താണ് തന്നിരിക്കുന്നത്? HCF 4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് നമ്പേഴ്സ് എന്തായിട്ട് എടുക്കാം? രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, 4A 4B ആയിട്ട് എടുക്കാം അല്ലേ. 4A 4B ആയിട്ട് എടുക്കാം. ഇനി അപ്പോൾ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 4A - 4B ആണ്. 4 × A - B കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 4 × A - B ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഒന്ന് LCM എത്രയാണ്? LCM 60 × 4 HCF. ഇനി പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ആണ് 4A × 4B. ഓക്കെ ആണല്ലോ. 4 കട്ട് ചെയ്തു. 60/4 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, A × B എത്ര കിട്ടി? A × B എന്ന് പറയുന്നത് 15. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ഇഫ് ദർ സം ഈസ് 32. അപ്പോൾ അവരുടെ സം 32 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സം എടുക്കുക, 4A + 4B = 32. അപ്പോൾ 4 കോമൺ എടുക്കാമല്ലോ. 4 × A + B = 32. A + B = എത്രയാണ്? 4 × 8 ആണ് 32. 32/4 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ A + B 8 കിട്ടി. AB എത്രയാണ്? 15 ആണ്. അപ്പോൾ രണ്ടും ജസ്റ്റ് ഒന്ന് എഴുതാം. A + B എന്ന് പറയുന്നത് 8 ആണ്. AB എന്ന് പറയുന്നത് 15 ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ, A + B ചെയ്താൽ 8 കിട്ടണം, A × B ചെയ്താൽ 15 കിട്ടണം. ഈ 15 തന്നെ നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ. 5 × 3 15 ആണ്. 5 + 3 8 ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ, Aൻ്റെ വാല്യൂ 5 എന്ന് ഇട്ടാൽ Bൻ്റെ വാല്യൂ എത്രയാണ്? 3. ഇത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യും. 5 × 3 15, 5 + 3 8 കണ്ടോ. അപ്പോൾ Aൻ്റെ വാല്യൂ എന്തായി? 5. Bൻ്റെ വാല്യൂ എന്തായി? 3. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. നമുക്ക് വേണ്ട ആൻസർ എന്താണ്? ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡിഫറൻസ് എന്താണ്? 4 × A - B ആയിരുന്നു ഡിഫറൻസ്. അപ്പോൾ നോക്കിയേ, A - B ചെയ്താൽ എന്ത് കിട്ടും? 2 ആണ് കിട്ടുക. 4 × 2 8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഗിവിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് 20%, എ ഷോപ്കീപ്പർ ഏൺസ് 36% പ്രോഫിറ്റ്. മാർക്ക് പ്രൈസ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ്? ഓക്കെ, മാർക്ക് പ്രൈസ് എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് കോസ്റ്റ് പ്രൈസിനേക്കാളും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് പ്രൈസ് ആദ്യം 100% എടുക്കുക. ഓക്കെ ആണല്ലോ, കോസ്റ്റ് പ്രൈസ് 100% എടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 36% പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 136% ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 136% ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതായത് മാർക്ക് പ്രൈസിൽ നിന്ന് ഒരു ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണല്ലോ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 136 എന്നാലല്ലേ 36% ലാഭമാവുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. മാർക്ക് പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ് ആണെന്ന് വിചാരിക്കുക. ഇനി എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു? 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയാണ് മിച്ചം വരുന്നത്? 80%, അല്ലേ? അപ്പോൾ എക്സിൻ്റെ 80% എന്നുള്ളത് 80/100 എന്ന് എഴുതി. ഇതാണ് എന്ത്? ഇതാണ് നമ്മൾക്ക് സെല്ലിംഗ് പ്രൈസ്, അല്ലേ? നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 136. അതായത് 36% ലാഭം കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ്. ഓക്കെ ആണല്ലോ. ഇത് എക്സ് കണ്ടുപിടിക്കുക, ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ തന്നെ സിംപ്ലിഫൈ ചെയ്യാം. നോക്കി, ഈ 0 0 പോയി, 2 വെച്ച് കെട്ടിയാൽ ഇത് 4, ഇത് 5. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 136 × 5/4. ഓക്കെ, 136 × 5/4. ഓക്കെ ആണല്ലോ. 4 വെച്ച് കെട്ടിയാം. 4 3 12, ശിഷ്ടം 1 16, 4 4 16. ഓക്കെ, അപ്പോൾ 34 × 5. 34 × 5 എങ്ങനെയും? 34 × 5 0 2 3 5 15 2 70, 170. ഓക്കെ, അപ്പോൾ 170 ആണ് എക്സ്, അല്ലേ? നമ്മുടെ മാർക്ക് പ്രൈസ് എത്ര കിട്ടി? അപ്പോൾ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? മാർക്ക് പ്രൈസ് 170%. ഓക്കെ, അപ്പോൾ മാർക്ക് പ്രൈസ് 170. അപ്പോൾ ചോദിച്ചിരിക്കുന്ന മാർക്ക് പ്രൈസ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്നാണ്. നോക്കിയേ, കോസ്റ്റ് പ്രൈസ് 100%, കോസ്റ്റ് പ്രൈസ് 100%, മാർക്ക് പ്രൈസ് 170. എത്രയാണ് കൂടുതൽ? 70% കൂടുതലാണ്. അപ്പോൾ ഉത്തരം എന്താണ്? 70%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The perimeter of a square and a circle are the same. If the area of the circle is 2464 centimeter square, then what will be the area of the square? അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സ്ക്വയറിൻ്റെ ഏരിയ? എ സ്ക്വയർ ആണ്. എ സൈഡ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്ററും ഒരു സർക്കിളിൻ്റെ പെരിമീറ്ററും സെയിം എന്ന് തന്നിട്ടുണ്ട്, അല്ലേ? ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ ചുറ്റളവാണ്. അപ്പോൾ സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4a ആയിരിക്കും. ഈസ് ഈക്വൽ ടു, ഇനി ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 2πr. 6 റേഡിയസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഏരിയ ഓഫ് ദി സർക്കിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 2464 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് πr² ഈസ് ഈക്വൽ ടു, ഏരിയ ഓഫ് ദി സർക്കിൾ എന്താണ്? πr². അപ്പോൾ നോക്കിയാൽ πr² ആണ് 2464 എന്ന് തന്നിരിക്കുന്നത്. πr² ആണ് 2464 എന്ന് തന്നിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, സർക്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദി സർക്കിൾ. ഇപ്പോൾ റേഡിയസ്, ഏരിയ. ഇപ്പോൾ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോമൺ ആയിട്ട് വരാറുള്ള റേഡിയസ് വെച്ച് നോക്കാം. ഇപ്പോൾ r = 7, എപ്പോഴും 7 വെച്ച് വരുന്നതാണ്. റേഡിയസ് 7 ആണെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? πr² ഏരിയ. അപ്പോൾ 22/7 × 7 × 7. ഓക്കെ, πr². r 7 ആണെങ്കിൽ 7 7 കട്ട് ചെയ്തു. 22 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 154 ആണ്. ഓക്കെ, ഇനി അടുത്തത് 14. റേഡിയസ് 14 ആവുമ്പോൾ ഏരിയ എന്താവും? 22/7 × 14 × 14. നോക്കുക, 7 × 2 ആണ് 14. 2 × 14 28. 28 × 22. നിങ്ങൾ ചെയ്ത് നോക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്താൽ മതി. 28 × 22 616 ആണ്. ഓക്കെ, 616 ആണ്. ഓക്കെ ആണല്ലോ. ഇനി റേഡിയസ് 28 ആവുകയാണെങ്കിൽ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ റേഡിയസ് ഇരട്ടി ആവുമ്പോൾ ഏരിയ 4 ടൈംസ് ആവുകയാണ്. കാരണം എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു πr² ആണ്. ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇവിടെ നോക്കിയേ, ഏരിയ ഈസ് ഈക്വൽ ടു πr² ആണ്. ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്, അല്ലേ? ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അപ്പോൾ r ഡബിൾ ആവുമ്പോൾ ഏരിയ എന്താവും? 4 ടൈംസ് ആവും.
6 3 മടങ്ങാവുമ്പോൾ ഏരിയ എന്താവും 9 ടൈംസ് ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ ഇവിടെ 6 പിന്നെയും ഡബിളായി, അപ്പോൾ 616 × 4 ടൈംസ് ആവും. ഓക്കെ, അല്ലാതെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 22/7 × 28 × 28. 28/7 4 ആണ്. 28 × 4 എത്രയാണ്? 112. 112 × 22 224. 224 എത്രയാണ്? 2464. അപ്പോൾ നിങ്ങൾ ഇത്രയൊന്ന് നോട്ട് ചെയ്യുക. എത്രയാണ്? 2464. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഓരോ റേഡിയസ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. അതായത് അസ്യൂം ചെയ്യുക 7, 14, 21, 28, 35. കാരണം എന്താ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദിക്കുന്ന റേഡിയസുകളാണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ഇവിടെ നോക്കിയേ, 7 റേഡിയസ് വന്നാൽ ഏരിയ എത്രയാണ്? 154. 14 റേഡിയസ് വന്നാൽ ഏരിയ എത്രയാണ്? 616. റേഡിയസ് 28 ആണെങ്കിൽ ഏരിയ എത്രയാണ്? 2464. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഇഫ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് 2464, കണ്ടോ, ഏരിയ 2464 ആകുമ്പോൾ റേഡിയസ് എത്രയാണ്? 28. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് റേഡിയസ് കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ റേഡിയസ് എത്ര കിട്ടി? റേഡിയസ് 28. പിന്നെ നമുക്ക് ആ πr² വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന ഏരിയ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് റേഡിയസ് കിട്ടും. അപ്പോൾ റേഡിയസ് എത്രയാ? 28. ഓക്കെ, അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4a = 2 × π22/7 ആണ്. റേഡിയസ് എത്ര? 28 ആണ്. ഓക്കെ, അപ്പോൾ നോക്കി 28/7 എത്രയാണ്? 4. ഈ 4 ഇവിടെ ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ ഏരിയ കിട്ടി. a = 22 × 2 എത്രയാണ്? 44. ചോദിച്ചിരിക്കുന്നത് ഏരിയ ഓഫ് ദി സ്ക്വയർ ആണ്. ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? a² ആണ്. അതായത് 44ൻ്റെ സ്ക്വയർ, 44 × 44. ഓക്കെ, 44 × 44 ചെയ്ത് നോക്കുക. ഇനി നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ യൂണിറ്റ് ഡിജിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, 4 × 4 ആണ് അവസാനം വരുന്നത് അല്ലേ. 4 × 4 എത്രയാ? 6 അല്ലേ. 4 × 4 16 അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അപ്പോൾ 6 വരുന്ന എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 1 2 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 44 × 44, 4 4s are 16. ഇവിടെ 1 ഇവിടെ. 4 × 4 16 + 1 176. അതേപോലെ തന്നെ 176 ഇവിടെ വരും. ഓക്കെ, അപ്പോൾ 6 13 1 9 1 1936 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Piyush is running at the speed of 8 km/h and he stops for 5 minutes to take rest at the end of every third kilometer. What will be the time taken by Piyush to cover a distance of 56 km? ഓക്കെ, അപ്പോൾ ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് പീയൂഷിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 8 km/h ആണ് അല്ലേ. അതായത് 1 മണിക്കൂറിൽ അദ്ദേഹം 8 കിലോമീറ്റർ സഞ്ചരിക്കും. പിന്നെന്താണ്, അതായത് ഓരോ 3 കിലോമീറ്റർ കഴിയും തോറും അദ്ദേഹം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എത്ര കിലോമീറ്റർ ശേഷമാണ്? 3 കിലോമീറ്ററിന് ശേഷം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 56 കിലോമീറ്റർ ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അദ്ദേഹം എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 56 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. 8 കിലോമീറ്റർ 1 മണിക്കൂറിൽ. 1 മണിക്കൂറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 60 മിനിറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം മിനിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് മിനിറ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നോക്കി, 8 കിലോമീറ്റർ എത്രയാണ്? 60 മിനിറ്റ് എടുത്തിട്ടാണ് 8 കിലോമീറ്റർ സഞ്ചരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി റെസ്റ്റ് എടുക്കുന്നത് എത്ര കിലോമീറ്ററിന് ശേഷമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ നോക്കി, എവറി തേർഡ് കിലോമീറ്റർ. ഓരോ 3 കിലോമീറ്റർ കഴിയും തോറും അയാൾ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 കിലോമീറ്ററിന് എത്ര ടൈം എടുക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ നോക്കി, 8 കിലോമീറ്ററിന് 60 മിനിറ്റ്. അപ്പോൾ 1 കിലോമീറ്ററിന് എത്രയായിരിക്കും? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 60/8 മിനിറ്റ് എടുക്കും. 4 വെച്ച് ഹരിച്ച് നോക്കുക. 4 × 15 60 ആണ്. 4 × 2 8 ആണ്. 15/2 എന്ന് പറഞ്ഞാൽ 7.5 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 1 കിലോമീറ്ററിന് 7.5 മിനിറ്റ് എടുക്കും. അപ്പോൾ 3 കിലോമീറ്ററിന് എത്ര എടുക്കും? കാരണം 3 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണല്ലോ അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ 3 കിലോമീറ്ററിന് സാധാരണ എടുക്കുന്ന സമയം എത്രയാണ്? 3 കിലോമീറ്ററിന് എടുക്കുന്ന സമയം 3 × 7.5 മിനിറ്റ്.
എത്രയാണ്? 3 × 7.5 മിനിറ്റ് എത്രയാണ്? 22.5 മിനിറ്റ് ആണ്. നിങ്ങൾ 3 × 7.5 ചെയ്ത് നോക്കുക അല്ലേ? 3 × 7.5 അതായത് 7 3 21, 0.5 × 3 1.5. അപ്പോൾ 21 + 1.5 22.5. അപ്പോൾ നോക്കിയാൽ 3 കിലോമീറ്ററിന് അദ്ദേഹം സാധാരണ എടുക്കുന്ന സമയം 22.5 മിനിറ്റ് ആണ്. അപ്പോൾ 3 കിലോമീറ്ററിന് ശേഷം അദ്ദേഹം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ടോട്ടലി 3 കിലോമീറ്ററിന് അദ്ദേഹം എടുക്കുന്ന സമയം എത്രയാണ്? 22.5 + 5. അപ്പോൾ എത്രയാണ്? 3 കിലോമീറ്ററിന് അദ്ദേഹം എടുക്കുന്ന സമയം 27.5 മിനിറ്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, 3 കിലോമീറ്ററിന് അദ്ദേഹം ടോട്ടലി എടുക്കുന്ന സമയം 27.5 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് എന്താണെന്ന് വെച്ചാൽ 56ാമത്തെ മിനിറ്റ്, അതായത് ലാസ്റ്റ് ഫൈനൽ ലാപ്പ് അദ്ദേഹം കവർ ചെയ്യുമ്പോൾ പിന്നെ റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. അതായത് ആ കണക്ക് നോക്കേണ്ട കാര്യമില്ല അല്ലേ? 56ാമത്തെ കിലോമീറ്റർ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും ഉള്ള ടൈം നമുക്ക് നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കുമോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അതിന് ശേഷമുള്ള ടൈം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇതിന് ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഇവിടെ 3 കിലോമീറ്റർ ആണല്ലോ വേണ്ടത് അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന 3 കിലോമീറ്റർ ആണ്. അപ്പോൾ 56ൻ്റെ തൊട്ട് മുന്നേ ഉള്ള 3ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക. 56ൻ്റെ തൊട്ട് മുന്നേ ഉള്ള 3ൻ്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 54 കിലോമീറ്റർ ആണ് അല്ലേ? 54 ÷ 3 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 54 കിലോമീറ്റർ എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്ര സമയം എടുക്കുന്നു എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ 18 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 18 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, 54 കിലോമീറ്റർ ഇവിടെ കിട്ടും. അതിന് അദ്ദേഹം എടുക്കുന്ന സമയം 27.5 × 18. കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിയേ, 27.5 എന്നുള്ളത് 55/2 എന്ന് എഴുതുക. ഇവിടെ 18, ഇനി 18/2 എത്രയാണ്? 9. 55 × 9 ചെയ്യുക. 55 × 9, 5 4 45, 4 ഇവിടെ, 5 9 45, 4 ഇവിടെ, 5 9 45 + 4 49, 495. അപ്പോൾ നോക്കിയേ, 495 മിനിറ്റ് ആണ് അദ്ദേഹം 54 കിലോമീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വേണ്ടത് 54 അല്ല, നമുക്ക് വേണ്ടത് എത്രയാണ്? 56. അപ്പോൾ 54 കിലോമീറ്ററിന് ശേഷം പിന്നീട് അദ്ദേഹം 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ആ 2 കിലോമീറ്ററിന് വേണ്ട സമയം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം തുടങ്ങില്ല, അവിടെ നിന്ന് തുടങ്ങാം. 8 കിലോമീറ്റർ എത്ര? 60 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 2 കിലോമീറ്ററിന് എത്ര സമയം? ഇവിടെ 4 വെച്ച് ഹരിച്ചാൽ പോരെ? 8/4 എത്രയാണ്? 8 ഇവിടെ × 1/4 ചെയ്യുക, ഇവിടെ × 1/4 ചെയ്യുക. അപ്പോൾ നോക്കിയേ, 8/4 എത്രയാ? 2 കിലോമീറ്റർ. 60/4 എത്രയാ? 15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു 2 കിലോമീറ്ററും കൂടി സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് എത്ര സമയം വേണം? 15 മിനിറ്റ് കൂടി വേണം. അപ്പോൾ ആ 15 മിനിറ്റ് ഇവിടെ ആഡ് ചെയ്യുക. 2 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് വേണം? 15 മിനിറ്റ് കൂടി വേണം. ഓക്കെ, അപ്പോൾ മൊത്തം 56 കിലോമീറ്റർ സഞ്ചരിക്കാൻ 495 + 15, 495 + 5 എത്രയാണ്? 500. 500 + 10 എത്രയാ? 510 മിനിറ്റ് വേണം. ഇതാണ് ഉത്തരം. 510 മിനിറ്റ് വേണം 56 കിലോമീറ്റർ സഞ്ചരിക്കാൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹവറിലാണ്. അപ്പോൾ ഇത് ഹവറാക്കുക. മിനിറ്റിനെ എങ്ങനെ ഹവറാക്കും? ÷ 60 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 510 ÷ 60. 0 0 കട്ട് ചെയ്തു. 51 ÷ 6, 3 വെച്ച് കട്ട് ചെയ്യാലോ. 3 × 17 51 അല്ലേ? നോക്കിയേ, 3 × 1 3, ശിഷ്ടം 2 21, 3 7 21 ഉണ്ടോ? 3 × 2 6, 17/2 എത്ര കിട്ടും? 8/1/2 എന്ന് കിട്ടും അല്ലേ? 17/2 എത്രയാണ്? 8.5, അതായത് 8/1/2. അപ്പോൾ 8.5 hours ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 8 hours മിനിറ്റിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവനെ മിനിറ്റിലാക്കാൻ എന്ത് ചെയ്യുക? 60 കൊണ്ട് ഗുണിക്കുക അല്ലേ? ഹവറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നോക്കിയേ, 60/2 എത്ര കിട്ടി? 30. അപ്പോൾ എന്താ ഉത്തരം? 8 hours 30 minutes. ഓക്കെ, 8 hours 30 minutes ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. The cost price of an article is 30% less than the selling price of that article. Then what will be the profit percentage? ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. ഓക്കെ, എന്താ തന്നിരിക്കുന്ന? കോസ്റ്റ് പ്രൈസ്
സെല്ലിംഗ് പ്രൈസിനേക്കാളും 30% കുറവെന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആരാണ് വലുത്? സെല്ലിംഗ് പ്രൈസ് ആണ് വലുത്. അപ്പോൾ വലുത് ആരാണോ അവനെ 100 എടുക്കുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമ്മൾ 100% എടുത്തു. അപ്പോൾ നോക്കിയേ, കോസ്റ്റ് പ്രൈസ് ഈസ് 30% ലെസ് ദാൻ സെല്ലിംഗ് പ്രൈസ്. 30% സെല്ലിംഗ് പ്രൈസിനേക്കാളും കുറവാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 100ൻ്റെ 30% എടുത്താൽ 30 കിട്ടും. 30 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 70. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 70 കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 70, സെല്ലിംഗ് പ്രൈസ് 100. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? SP മൈനസ് CP ആണ്. 100 മൈനസ് 70 എത്രയാണ്? 30% പ്രോഫിറ്റ്. ഇനി നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്? 30. CP എത്രയാണ്? 70 ഇൻറ്റു 100. ഓക്കെ, ഇത് ചെയ്യാം. 0 കട്ട് ചെയ്തു. 3/7 ഇൻറ്റു 100, അതായത് 300/7. 300/7 ചെയ്യുക. എവിടം വരെ പോവും? 7 4 28. ഓക്കെ, 7 4 28. നമുക്ക് ഫുള്ള് ചെയ്യണമെന്നില്ല. കാരണം എന്താ? ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് നമ്പർ ഏതാ? 4 ആണെന്ന് നമുക്കറിയാം. അതാകെ ഒരേ ഒരു ഓപ്ഷനുള്ളൂ. ഏതാ? ഡിയിലുള്ളൂ. അപ്പോൾ 42.86 ആയിരിക്കും ഉത്തരം. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 7 4 28 ശിഷ്ടം 2, ഇവിടെ 0. എവിടം വരെ പോവും? 7 2 14. കണ്ടോ? റിമൈൻഡർ 6 0 സംതിങ്. അപ്പോൾ 42.8 സംതിങ് കിട്ടും. അപ്പോൾ 42.86 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൈറ്റ് ഓഫ് ദ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് 16 cm. ഇഫ് ദ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് ബേസ് ഈസ് 3.5 cm, ദെൻ വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr²h ആണ് അല്ലേ. πr²h ആണ് സിലിണ്ടറിൻ്റെ വോളിയം. 6 റേഡിയസ് ആണ്. h എന്താണ്? ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് ഡയാമീറ്ററിൻ്റെ പകുതിയാണ്, d/2. അപ്പോൾ ഡയാമീറ്റർ എത്രയാണ്? 3.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഈ ഡയാമീറ്റർ 3.5 നമുക്ക് എങ്ങനെ എഴുതാം? 7/2 എന്ന് എഴുതാം. വീണ്ടും ഒരു 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ എത്ര കിട്ടി? 7/4 ആണ് നമ്മുടെ റേഡിയസ്. ഓക്കെ ആണല്ലോ. റേഡിയസ് എത്ര കിട്ടി? 7/4. ഇനി ഡയറക്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. വോളിയം ഈസ് ഈക്വൽ ടു പൈ 22/7 ആണ്. r², r ഇൻറ്റു r എത്രയാ? 7/4 ഇൻറ്റു 7/4 ഇൻറ്റു h എത്രയാണ്? h 16. ഹൈറ്റ് 16 ആണ്. 16. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ 7ഉം ഈ 7ഉം ക്യാൻസലായി. 4 ഇൻറ്റു 4 16 ആണ്. അതും ക്യാൻസലായി. എത്ര? 22 ഇൻറ്റു 7. 22 ഇൻറ്റു 7, 2 7 14. 4 യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. ഒരേ ഒരു ഓപ്ഷനുള്ളൂ, ഓപ്ഷൻ ഡി. കണ്ടോ? 22 ഇൻറ്റു 7 ചെയ്ത് നോക്കുക. 14, ഇവിടെ 1, 14 + 1 15. 154 cm² ആണ് വോളിയം. വോളിയം ക്യൂബിലാണ്. അപ്പോൾ ഇവിടെ ക്യൂബാണ് കേട്ടോ. 154 cm³ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Puneet goes to his office at the speed of 60 km/h and returns to his home at the speed of 90 km/h. What will be the average speed of the Puneet for the whole journey? അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് സ്പീഡിൻ്റെ ഡയറക്റ്റ് ഫോർമുല എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഷിഫ്റ്റിലെ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആവറേജ് സ്പീഡിൻ്റെ ഡയറക്റ്റ് ഫോർമുല 2 × v1 v2 ഡിവൈഡഡ് ബൈ v1 + v2. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല 2 × v1 v2 ഡിവൈഡ് ബൈ v1 + v2. v1 എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ സ്പീഡ്, v2 എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വന്ന സ്പീഡ്. അവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ആവറേജ് സ്പീഡ് s ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × എത്രയൊക്കെയാണ് സ്പീഡ്? 60 × 90 ഡിവൈഡഡ് ബൈ 60 + 90 150. 0 കട്ട് ചെയ്തു. 3 വെച്ച് കട്ട് ചെയ്താൽ 3 2 6, 3 5 15. ഓക്കെ, 90/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90/5 18 ആണ് അല്ലേ. 1 5 5, ഇവിടെ റിമൈൻഡർ 4, ഇവിടെ 0 40, 5 8 40. കണ്ടോ? അപ്പോൾ ഇനി സോൾവ് ചെയ്യുക. 2 × 2 4, 4 × 18 എത്രയാണ്? 72. ഓക്കെ, 72 km/h ആണ് ക്യാൻസർ. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ഈസ് 25% ലെസ് ദാൻ ബി, ദെൻ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് 2b - a ഡിവൈഡഡ് ബൈ എ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ,
ഇവിടെ ആരാണ് വലുത് എന്ന് കണ്ടുപിടിക്കുക. എ ഈസ് ലെസ് ദാൻ ബി അല്ലേ, എ ഈസ് ലെസ് ദാൻ ബി. അപ്പോൾ ആരാ വലുത്? ബി ആണ് വലുത്. ഇനി 25% എന്നുള്ളത് ഫ്രാക്ഷൻ ആക്കുക. 25% എങ്ങനെ ഫ്രാക്ഷൻ ആക്കും? 25/100 അല്ലേ. ഇനി 25 എത്രയാണ്? 25 × 4 ആണ് 100. അപ്പോൾ 1/4 ആണ് ഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആരാണ് വലുത്? ബി ആണ് വലുത്. അപ്പോൾ ബി 4 ആണെങ്കിൽ ഈ 1 കുറച്ചാൽ, അതായത് ഇവിടെ എന്താണ് ഫാക്ടർ? ഇവിടെ 1 ആണ്. ഈ 1 കുറച്ചാൽ എന്തായി? എ കിട്ടും. ഓക്കെ, അതായത് 25% ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താണോ അതാണ് വലിയവനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വലിയവൻ ബി ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ അതായത് 4 എടുക്കുക. ഓക്കെ, 4 എന്ന് എടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ബി 4 ആയി. ഇനി എ ഈസ് ലെസ് ദാൻ ബി ആണ്. അപ്പോൾ ഈ 1 4നോട് കുറയ്ക്കുക. 4 - 1 എത്രയായി? 3. ഓക്കെ, അപ്പോൾ എ 3 ആയി, ബി 4 ആയി. ഇനി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് റേഷ്യോ ആയതുകൊണ്ട് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. 2 × ബി, ബി എത്രയാ? 4. 2 × 4 മൈനസ് എ എത്രയാ? 3 ഡിവൈഡഡ് ബൈ എ എത്രയാ? 3. 2 × 4 8, 8 - 3 എത്രയാണ്? 5. 5/3 ആണ് ആൻസർ. ഓക്കെ, 5/3 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി സ്റ്റാർട്ട്സ് എ ബിസിനസ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹28,000 and ₹42,000 respectively. A invests for 8 months and B invests for 1 year. If the total profit at the end of the year is ₹21125, then what is the share of B? ബിയുടെ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പാർട്ണർഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ബേസിക് ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എഴുതും. ഇനി അടുത്ത എന്താണ്? ടൈമിൻ്റെ റേഷ്യോ എഴുതും. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ ടൈം. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ, ഇവിടെ ടൈം. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം ആണെന്ത്? പ്രോഫിറ്റ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം ആണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേഷ്യോ നമ്മൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആയിട്ട് എടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതി പോവാം. ഇവിടെ നോക്കിയേ, ആദ്യം 2 പേരുണ്ട്, എയും ബിയും. അപ്പോൾ എയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 28,000. ബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 42,000. ഇനി എ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എത്രയാണ്? എ 8 മന്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി ബി എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു? 1 ഇയർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ മന്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 ഇയർ ഉള്ളത് എത്ര മന്താണ്? 12 months ആണ്. അപ്പോൾ അതും നമുക്ക് 12 എന്ന് എഴുതാം, മന്ത്സിൽ എഴുതാം. അപ്പോൾ യൂണിറ്റ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ 12 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന റേഷ്യോ ആണെന്ത്? പ്രോഫിറ്റിൻ്റെ റേഷ്യോ. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയത്? 21125, 21,125 ആണ് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ എഴുതാം. അപ്പോൾ എങ്ങനെയാണ് റേഷ്യോ വരിക? അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അത് 2 മൾട്ടിപ്ലൈ ചെയ്യുക. 28,000 × 8 ഈസ് 42,000 × 12. ഓക്കെ, അപ്പോൾ ഈ 3 0 കട്ട് ചെയ്യാം. ഈ 3 0 കട്ട് ചെയ്യുന്നു. ഇനി 28ഉം 42ഉം 28, 7ൻ്റെ മൾട്ടിപ്പിളാണ്. ഇവിടെ നോക്കി, 7 × 4 28, 7 × 6 42. ഓക്കെ ആണല്ലോ. ഇനി 4 വെച്ച് കട്ട് ചെയ്യാം. 4 × 3 12 ആണ്. ഓക്കെ, അപ്പോൾ ഇനി 2 വെച്ച് കട്ട് ചെയ്യാലോ. 2 × 4 8 ആണ്. 2 × 3 6 ആണ്. അപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടി? പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:3 × 3 9. 4:9 ആണ്. ഓക്കെ, അപ്പോൾ എയിൻ്റെ റേഷ്യോ വാല്യൂ എത്രയാണ്? 4. ബിൻ്റെ റേഷ്യോ വാല്യൂ എത്രയാണ്? 9. ഓക്കെ ആണല്ലോ. ഇനി ടോട്ടൽ പ്രോഫിറ്റ്, ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 21125. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് അത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 13. അപ്പോൾ 13ൻ്റെ വിലയാണ് എന്ത്? 21125. അപ്പോൾ ഒന്നിൻ്റെ വില എത്രയാണ്? 21125 ഡിവൈഡഡ് ബൈ 13. നമുക്ക് ആരുടെ ഷെയർ കാണണ്ടേ? ബിയുടെ ഷെയർ ആണ് കാണേണ്ടത്. ബിയുടെ ഷെയർ എത്രയാ? 9 ആണ് ബിയുടെ ഷെയർ. അപ്പോൾ 9ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എത്രയാണ്? 21125 ഡിവൈഡഡ് ബൈ 13 × 9. ഓക്കെ, 21125 ഡിവൈഡഡ് ബൈ 13 × 9. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിക്കാൻ പോണത്? 9 കൊണ്ടാണ് ഗുണിക്കാൻ പോണത് അല്ലേ? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം, ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് ഷുവർ ആണല്ലോ.
ഡൗട്ടൊന്നുമില്ല അല്ലേ? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് 9ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളെങ്ങനെ നോക്കും? സം എടുക്കുക. നോക്കിയേ, 1 + 4 5, 5 + 6 11, 11 + 2 13, 13 + 5 18 അല്ലേ? 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി ഇത് നോക്കിയേ, 1 + 2 3, 3 + 6 9, 9 + 2 11, 11 + 5 16. ഇത് പറ്റില്ല. 1 + 3 4, 4 + 5 9, 9 + 7 16, 16 + 5 21. 21/9 പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതും കളഞ്ഞു. 1 + 4 5, 5 + 2 7, 7 + 8 15, 15 + 5 20. 20/9 പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് പറ്റില്ല. അപ്പോൾ ആകെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഇത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ. അപ്പോൾ ഇതായിരിക്കും ആൻസർ. കണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഇല്ല ശരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉത്തരം ഇതാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഹോംവർക്കാണ്. ഓക്കെ ആണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെയാണ് ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആദ്യം ഇവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ടൈം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണോ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കണേന്ന് നോക്കുക. സ്പ്ലിറ്റ് ചെയ്തിട്ടാണോ ഉദ്ദേശിച്ചത്? അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം 4 മാസം 5000 ഇട്ടു, പിന്നത്തെ 8 മാസം എത്രയാ അതിൻ്റെ ഇരട്ടി ഇട്ടു, അതായത് 8000 ഇട്ടു. അങ്ങനെ അതായത് ടൈമിനനുസരിച്ച് എമൗണ്ടും ചേഞ്ച് ആവുന്നു. അപ്പോൾ ബി ആദ്യം 6 മാസം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നത്തെ 6 മാസം അദ്ദേഹം പകുതിയാണ് ഇൻവെസ്റ്റ് ചെയ്തോളൂ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്ട് ഒരേപോലെ അല്ലെങ്കിൽ ഒരേ ടൈമിലാണ്, അതായത് 8 മാസത്തേക്ക് ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ബി എത്രയാണ് 12 മാസത്തേക്ക് ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഇവിടെ ക്യാപിറ്റൽ 28,000 42,000 ആണ്. ഇതിൻ്റെ റേഷ്യോ എടുക്കുക. ഇവിടെ 3 വെച്ച് 3 പൂജ്യം ഇവിടെ നിന്ന് തന്നെ കട്ടിയാലോ. 28ഉം 42ഉം 14ആണ് HCF. ഇവിടെ ഉണ്ടാവും HCF. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് എളുപ്പം, നമുക്ക് വെട്ടേണ്ട ഫാക്ടർ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ നോക്കിയാൽ 14ആണ് ഇതിൻ്റെ HCF. 14 × 2 28ആണ്, 14 × 3 42 ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ത് കിട്ടി? 2:3 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി ടൈം നോക്കാം. ടൈം 8 മാസവും 12 ആണ്. 8 മാസം ഇവിടെ 8 മാസമാണ്. പിന്നെ ബി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 ഇയർ ആണ്. 1 ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസം. ഇവിടെ 4 വെച്ച് കെട്ടിയാലോ, 4 × 2 8, 4 3 12. കണ്ടോ? അപ്പോൾ ടൈം എന്ത് കിട്ടി? ടൈം 2:3 എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4, 3 × 3 എത്രയാണ്? 9. ഓക്കെ, അപ്പോൾ 13ആണ് ടോട്ടൽ വരുന്നത്. ഗുണിക്കേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ബിയുടെ ഷെയർ ആണ് കാണേണ്ടത്. അപ്പോൾ ഗുണിക്കേണ്ടത് ഇവിടെ 9 വെച്ചിട്ടാണ് ഗുണിക്കേണ്ടത് അല്ലേ? 9 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആ 9 ഇവിടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. ഉണ്ടോ? ഓരോ ഓപ്ഷൻ ഉള്ളെങ്കിൽ ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 4 ഡിവൈഡഡ് ബൈ 2 + 2 - 1/2 × 1/4 ഡിവൈഡഡ് ബൈ 8 - 3 ഡിവൈഡഡ് ബൈ 1/4 + 6. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇവിടെ? ആകെ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ മതി. എന്താണ്? ബോഡ് മാസ് പ്രിൻസിപ്പിൾ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇനി മറ്റൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2 ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 4 × 1/2 എന്ന് എഴുതാം. ഓക്കെ, റെസിപ്രോക്കലാണ്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. ഇനി 3 ഡിവൈഡഡ് ബൈ 1/4. ഓക്കെ, 3 ഡിവൈഡ് ബൈ ഇതെങ്ങനെ എഴുതും? 3 × 3 × ഇവിടെ 1/4ൻ്റെ റെസിപ്രോക്കൽ എത്രയാണ്? 4. അപ്പോൾ 3 × 4 എന്ന് എഴുതാം. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്കത് ചെയ്യാം. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആദ്യം 4 ഡിവൈഡഡ് എന്നുള്ളത് ഇൻറ്റു 1/2 പ്ലസ് 2 മൈനസ് 1/2 × 1/4. അപ്പോൾ അതാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം വരുന്നത്, സബ്സ്ട്രാക്ഷൻ കാട്ടും. ഓക്കെ, അപ്പോൾ 1/2 × 1/4 ചെയ്യുക. എത്രയാണ്? 1/8 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 ഡിവൈഡഡ് ബൈ 1/4 എന്നുള്ളത് ഇൻറ്റു 4 പ്ലസ് 6. ഓക്കെ ആണല്ലോ? ഇനി ഇതൊന്ന് ചെയ്ത് നോക്കുക. 4 × 1/2 എത്രയാണ്? 2. 2 + 2 എത്രയാണ്? 4. 4 മൈനസ് 1/8 ഡിവൈഡഡ് ബൈ അല്ലേ? 2 + 2 4 മൈനസ് 1/8. 4 മൈനസ് 1/8 ഡിവൈഡ് ബൈ 8 മൈനസ് 3 × 4 എത്രയാണ്? 12.
അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എഴുതാണ് 8 - 12 + 6 അല്ലേ. 8 - 12 + 6. 8 - 12 എത്രയാണ്? -4 + 6 എത്രയാണിത്? 2. ഓക്കെ, അപ്പോൾ അടിയിൽ വരുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാം. 4 × 8 32 -1 ഡിവൈഡഡ് ബൈ ഈ 8 താഴെ വരും 8 × 2 32 - 1 31 ഡിവൈഡ് ബൈ 16. ഓക്കെ, 31/16 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. സുമിത്, രവി ആൻഡ് പുനീത് ഇൻവെസ്റ്റ് ₹45,000, ₹81,000 and ₹90,000 respectively to start a business. At the end of the year, the total profit is ₹4,800. 30% of the total profit gives in charity and rest is divided among them. What will be the share of Sumit? അപ്പോൾ സെയിം പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഒരേ ഇയറിലാണോ അല്ലെങ്കിൽ ഒരേ ടൈമിലാണോ, അത് അടുപ്പിച്ചാണോ ഇൻവെസ്റ്റ് ചെയ്തേക്കണം? അതെ, എല്ലാവരും ഒരേ വർഷത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണം അല്ലേ. സുമിത്, രവി, പുനീത് ഇതെല്ലാം ഒരു വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. 45,000, 81,000, 90,000. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് തന്നെ റേഷ്യോ കണ്ടുപിടിക്കുക. 3 0 കട്ട് ചെയ്തു, 3 0 കട്ട് ചെയ്തു, 3 0 കട്ട് ചെയ്തു. ഓക്കെ, 45, 81, 90. 9 വെച്ച് കട്ട് ചെയ്യാലോ. നോക്കിയേ, 9 × 5 45, 9 × 9 81, 9 × 10 90. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ എന്ത് കിട്ടി? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റേഷ്യോ 5:9:10. ഇതാരൊക്കെയാണ്? സുമിത്, രവി, പുനീത്. ഓക്കെ, സുമിത്, രവി, പുനീത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ എന്ത് കിട്ടി? 5:9:10. ഇവിടെ ടൈം നമുക്ക് ജസ്റ്റ് എഴുതാം, എഴുതേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ? എല്ലാം 1 ഇയർ ആണ്. അപ്പോൾ ഇവിടെ ഇയറിൽ തന്നെ എഴുതിയാൽ മതി 1 1 1. അപ്പോൾ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ത് കിട്ടി? പ്രോഫിറ്റിൻ്റെ റേഷ്യോ 5 × 1 5 അല്ലേ, 5:9:10. ഇതാണ് പ്രോഫിറ്റിൻ്റെ റേഷ്യോ. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി ജസ്റ്റ് നോക്കാം. ഇനി തന്നിരിക്കുന്ന അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ദ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് 4,800 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടലാണ് 4,800 അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ. അതിൻ്റെ ബാക്കി നോക്കുക. 30% ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഗീവ്സ് ഇൻ ചാരിറ്റി. കണ്ടോ? 30% ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഗീവ്സ് ഇൻ ചാരിറ്റി ആൻഡ് റെസ്റ്റ് ഈസ് ഡിവൈഡഡ് എമംഗ് ദം. ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 30% അവർ ചാരിറ്റിക്ക് കൊടുക്കുകയാണ്. ബാക്കി 70% എന്ത് ചെയ്യാണ്? അവർ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 100% ഡിവൈഡ് ചെയ്യുന്നില്ല. 4,800ൻ്റെ 70% മാത്രമേ അവർ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. വാട്ട് വിൽ ബി ദ ഷെയർ ഓഫ് സുമിത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സുമിത്തിൻ്റെ ഷെയർ ഇവിടെ എത്രയാണ്? 5 ആണ്. ഓക്കെ, 5 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം എത്രയാണ് ഇവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയാൽ 4,800 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിൻ്റെ 70% ഇവർ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ 70% കണ്ടുപിടിക്കുക. 2 0 ഇവിടുന്ന് കട്ട് ചെയ്തു. 48 × 70 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ ആണല്ലോ. അത് നമ്മളൊന്നും ചെയ്യേണ്ട. 48 × 70 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 48 × 70 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇവർ ഷെയർ ചെയ്യുന്ന ടോട്ടൽ പ്രോഫിറ്റ് 48 × 70 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഴയ പോലെ ചെയ്യാം. ഇവിടെ ടോട്ടൽ എത്രയാണ് പ്രോഫിറ്റിൻ്റെ? 5 + 9 14, 14 + 10 24. ഈ 24 എന്ന് പറയുന്ന ടോട്ടൽ പ്രോഫിറ്റിൻ്റെ റേഷ്യോ ആണെന്ത്? ഇത് ഈ 48 × 70. അപ്പോൾ അത് എഴുതുക. നോക്കിയേ, 24ൻ്റെ വിലയാണ് 48 × 70. കണ്ടോ? ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ഇത് നോക്കിയേ, 24ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 48. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് 1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 24 ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ 2 എന്ന് കിട്ടും. 2 × 70 140. അപ്പോൾ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 140 ആണ്. ചോദ്യം സുമിത്തിൻ്റെ ഷെയർ ആണ്. സുമിത്തിൻ്റെ ഷെയർ എത്രയാണ്? 5 ആണ്. അപ്പോൾ 5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 140 × 5 എത്രയാണ്? 700. ഓക്കെ, 700 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ സം ബിക്കംസ് 6 times of itself in 4 years at compound interest. In how many years will the sum becomes 216 times of itself? ഇത് എക്സാക്റ്റ് കഴിഞ്ഞ ഷിഫ്റ്റിൽ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഷിഫ്റ്റ് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ബേസിക്സ് ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, 6 times ഇവിടെ നോക്കിയേ 6 times 4 years കൊണ്ടാവും. അങ്ങനെയാണെങ്കിൽ 216 times itself എത്ര വർഷം കൊണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഇയേഴ്സ് എടുക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 216 ഈ 6ൻ്റെ ക്യൂബായിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ 216 എന്ന് പറയുന്നത് 6ൻ്റെ പവറായിട്ട് എഴുതുക. 216 എന്ന് പറയുന്നത് 6 ക്യൂബാണ്. 6ൻ്റെ ക്യൂബാണ് 216. 6 × 6 36, 36 × 6 216. ഇവിടെ നോക്കിയേ, അപ്പോൾ 6ൻ്റെ ക്യൂബാണ് എന്ത്, 216. ഓക്കെ ആണല്ലോ. ഇനി ഈ പവർ കൊണ്ടിട്ട്, അതായത് ഇവിടെ പവർ എത്രയാണ്, 3 ആണ്. ഈ 3 കൊണ്ട് ഈ ഇയറിന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 3 × 4 എത്രയാ, 12 ഇയേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 12 ഇയേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് കഴിഞ്ഞ ഷിഫ്റ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ എളുപ്പത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര ടൈംസ് ആണ് ഇവിടെ, 6 ടൈംസ് ആണ്. ആ എത്ര ടൈംസ് ആണോ അതിൻ്റെ പവറായിട്ട് ചോദിച്ചിരിക്കുന്നതിനെ പറ്റി എഴുതുക. അതായത് 216 ടൈംസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആ 216 ടൈംസിനെ ഇവിടെ 6ൻ്റെ പവറാക്കി എഴുതി. 6ൻ്റെ പവർ എത്രയാ, അവിടെ പവർ എത്രയാ, 3. ആ 3നെ ആ ഇയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 3 × 4 12 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. A alone can make a chair in 40 days and B alone can make the same chair in 24 days. If A and B are working on alternate days and A works on the first day, then in how many days will the chair be completed? അതായത് ടൈം ആൻഡ് വർക്കിൻ്റെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതായത് എ 40 ദിവസം എടുക്കുന്നു, ബി 24 ദിവസം എടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി എയും ബിയും ഒരുമിച്ചാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, എയും ബിയും ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം വർക്ക് ചെയ്യുന്ന ആളാരാ? എ. അതായത് ഒരു ദിവസം എ വർക്ക് ചെയ്താൽ അടുത്ത ദിവസം ബി വർക്ക് ചെയ്യും, പിന്നത്തെ ദിവസം എ വർക്ക് ചെയ്യും, പിന്നെ ബി വർക്ക് ചെയ്യും, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞല്ലോ, എന്താണ് വർക്ക്, ടൈമിൻ്റെ എഫിഷ്യൻസി വർക്കാണ്. ഈ വർക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഡേയ്സിൻ്റെ LCM ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എ ബി, എയിൻ്റെ ഡേയ്സ് എഴുതാം. എ 40, ബീൻ്റെ ഡേയ്സ് എത്രയാ, 24. അപ്പോൾ 40 24 LCM കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയേ, എളുപ്പവഴി 40 വലിയ നമ്പർ ആദ്യം എടുക്കുക. 2 × അല്ലെങ്കിൽ 2 × 2 4, 4 × 10, അപ്പോൾ 5 × 2 അല്ലേ. ഇവിടെ നോക്കിയേ, 8 × 5 അല്ലേ 40. ജസ്റ്റ് ഫാക്ടർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഇനി 24 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 3 × 2 ആണ് അല്ലേ. 4 × 3 × 2 ആണ് 24. ഇനി നിങ്ങൾ നോക്കുക, ഈ ഫാക്ടേഴ്സും കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ നോക്കി, 4 ഇവിടെ ഉണ്ട്, കട്ട് ചെയ്തു. 2 ഇവിടെ ഉണ്ട്, കട്ട് ചെയ്തു. ഇനി ഇവിടെ ബാക്കി ഈ ചെറിയ നമ്പറിലെ ബാക്കിയുള്ള ഫാക്ടർ എന്താണ്? 3 ആണ് ബാക്കിയുള്ള ഫാക്ടർ. ആ 3 ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ 3 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇല്ലാത്ത ഫാക്ടർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 40ൻ്റെ കൂടെ ഇവിടെ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? LCM ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ 40 × 3 120 ആണ് നമ്മുടെ LCM. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 120. ഓക്കെ, വർക്ക് എന്ന് പറയുന്നത് 120. അപ്പോൾ എഫിഷ്യൻസി എത്രയായിരിക്കും? എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ഡേയ്സ് ആണ് അല്ലേ. വർക്ക് ബൈ ഡേയ്സ് 120/40 എത്രയാണ്? 3. 120/24 എത്രയാണ്? 5 അല്ലേ. 120/24 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 120/24 5 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എയുടെ എഫിഷ്യൻസി 3ഉം ബിയുടെ എഫിഷ്യൻസി 5ഉം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് എ ബി. ഇനി നമുക്കിവിടെ എഫിഷ്യൻസി മാത്രം മതി. എയുടെ എഫിഷ്യൻസി 40 ദിവസമല്ലേ, അപ്പോൾ 3, ബിയുടെ എഫിഷ്യൻസി 5 എഫിഷ്യൻസി. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, അപ്പോൾ ഈ 120 വർക്കാണ് നമുക്ക് എത്തിക്കേണ്ടത്. ഇനി നമുക്ക് ജസ്റ്റ് എഴുതി തുടങ്ങാം. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇവർ വർക്ക് ചെയ്യുന്നു. ആദ്യത്തെ ദിവസം വർക്ക് ചെയ്യുന്ന ആരാണ്? ആദ്യത്തെ ദിവസം വർക്ക് ചെയ്യുന്നത് എ ആണ്. അപ്പോൾ നോക്കി, ആദ്യത്തെ ദിവസം എ വർക്ക് ചെയ്തു. അപ്പോൾ എത്ര വർക്ക് ചെയ്യും? 3 വർക്ക് ചെയ്യും ഒരു ദിവസം കൊണ്ട്. ഓക്കെ ആണല്ലോ. പിന്നത്തെ ദിവസം ആരാ വർക്ക് ചെയ്യുന്നത്? പിന്നത്തെ ദിവസം ബി ആണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, ബി 5 വർക്ക് ചെയ്യും. എത്രയാ പിന്നത്തെ ദിവസം? അപ്പോൾ 1. അപ്പോൾ നിങ്ങൾ ഇവർ രണ്ടുപേരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, 8 വർക്കാണ് എത്ര ദിവസം കൊണ്ട്? 2 ദിവസം കൊണ്ട് ചെയ്യുന്നത് അല്ലേ. 8 വർക്കാണ് 2 ദിവസം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട വർക്ക് എത്രയാണ്? 120 വർക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കിയേ, 120നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ 120ൻ്റെ തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ 8 ഏതാണോ മൾട്ടിപ്പിൾ അത് എഴുതുക. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 56 ഒരു 54 എഴുതിയില്ലേ, അതേപോലെ 120 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. ജസ്റ്റ്
120/8 120/8 ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 4 വെച്ച് ഹരിക്കാലോ, 30, 4 2 8, 30/2 എന്ന് പറയുന്നത് 15 കണ്ടോ. അപ്പോൾ ഹരിക്കാൻ പറ്റും, അപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 120/8 15. അപ്പോൾ ഇവിടെ 15 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 15 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 15 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 15 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 8 × 15 എത്രയാണ്? 120. 2 × 15 30. അപ്പോൾ 30 ദിവസം കൊണ്ടാണ് ഇവർ 120 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം 30 ഡേയ്സ് ആണ്. ഓക്കെ, 30 ഡേയ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് 123 ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക 123 ആയിരുന്നു ടോട്ടൽ വർക്കെങ്കിൽ. അതായത് ഇവിടെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ 123 ആണ് നിങ്ങളുടെ ടോട്ടൽ വർക്കെങ്കിൽ ഇവിടെ നോക്കിയേ, എ 3 ദിവസം, 3 വർക്ക് ചെയ്യുന്നു, എത്ര ദിവസം കൊണ്ട്? 1 ദിവസം കൊണ്ട്. ബി 5 വർക്ക് ചെയ്യുന്നു, എത്ര ദിവസം കൊണ്ടാണ്? 1 ദിവസം കൊണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി എടുത്ത് 2 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്യും? 8 വർക്ക് ചെയ്യും. ഓക്കെ, 8 വർക്ക് ചെയ്യും. ഇനി 8 × തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ നോക്കുക, 123 ഡയറക്റ്റ് ഡിവിസിബിൾ അല്ല, കാരണം ഇവിടെ ഓടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ തൊട്ടടുത്തുള്ള ഡിവിസിബിൾ നോക്കുക, 120 നമുക്കിപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ 8 × 15 ആണ് 120. അതുവരെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, അതുവരെ ഇവരിങ്ങനെ ആയിരിക്കും പണിയെടുക്കുക. അപ്പോൾ 8 × 15 2 × 15. അപ്പോൾ നോക്കിയേ, 120 വർക്ക് ആരാണ്? 30 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ 30 ദിവസം കൊണ്ട് 120 വർക്ക് ചെയ്തു. പക്ഷെ നമുക്ക് വേണ്ട വർക്ക് 123 ആണെങ്കിൽ ഇനി അടുത്ത വർക്ക് ചെയ്യാൻ പോണ ആരായിരിക്കും? ആദ്യം തുടങ്ങുന്ന ആരാണ്? എ ആണ് ആദ്യം തുടങ്ങുക അല്ലേ? വീണ്ടും എ ആണ് വരിക പിന്നെ. അപ്പോൾ അടുത്ത വർക്ക് ചെയ്യാൻ പോകുന്നത് എ ആണ്. എ ചെയ്യാൻ പോകുന്ന വർക്ക് എത്രയാണ്? 3. കണ്ടോ, അപ്പോൾ എ ചെയ്യാൻ പോകുന്ന വർക്ക് 3. എത്ര ദിവസം കൊണ്ട്? 1 ദിവസം കൊണ്ട്. അപ്പോൾ 123. ഇനി ബി വരേണ്ട കാര്യമില്ല, വർക്ക് കഴിഞ്ഞു. 123 വർക്ക് 31 ഡേയ്സ് കൊണ്ട് തീർത്തു. കണ്ടോ, അപ്പോൾ ഉത്തരം 31 ആയിരിക്കും. അപ്പോൾ എക്സാക്റ്റ് ഡിവിസിബിൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക, തൊട്ടടുത്തുള്ള മൾട്ടിപ്പിൾ വെച്ചിട്ട് ബാക്കി ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. എക്സാക്റ്റ് ഡിവിസിബിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഉത്തരം 30 ആണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി ആവറേജ് ഓഫ് 35, 39, 41, 46, 27 ആൻഡ് എക്സ് ഈസ് 38. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? അപ്പോൾ ആവറേജ് എത്രയാണ്? ആവറേജിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്? ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് കിട്ടും. അപ്പോൾ ആവറേജ് ഇവിടെ എത്രയാണ്? 38 തന്നിട്ടുണ്ട്. 38 ഈസ് ഈക്വൽ ടു ടോട്ടൽ എടുക്കുക, 35 പ്ലസ് 39 പ്ലസ് 41 പ്ലസ് 46 പ്ലസ് 27 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എത്ര? ടോട്ടൽ നമ്പർ എത്രയുണ്ട്? 1 2 3 4 5 6 അല്ലേ? ടോട്ടൽ നമ്പർ 6 ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് സം എടുക്കുക, ഈ 6 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്. അപ്പോൾ അതിന് ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ? ഒരു എക്സാമ്പിൾ പറയാം. 1 2 3 4 5. ഇതിൻ്റെ ആവറേജ് എന്താണ്? ഇതിൻ്റെ ആവറേജ് എപ്പോഴും നടക്കുന്ന നമ്പർ ആയിരിക്കും 3. നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക. 5 + 4 9, 9 + 3 12, 12 + 2 14, 14 + 1 15. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 15/5 3. കണ്ട, ആവറേജ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഫൈൻ. ഇനി ഈ ഓരോ നമ്പറും ആവറേജിൽ നിന്ന് എത്രയാണ് ഡീവിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. നോക്കിയേ, 1 നമ്മുടെ ആവറേജ് 3 ആണ്. എത്രയാണ്? 2 കുറവാണ്, അപ്പോൾ -2 എന്ന് എഴുതി. ഇനി 2 നമ്മുടെ ആവറേജിൽ നിന്നും 1 കുറവാണ്, അപ്പോൾ നമ്മൾ എന്ത് എഴുതി? -1 എന്ന് എഴുതി. ഇനി ഇവിടെ എന്താണ്? ഒരു കുറവില്ല, അപ്പോൾ നമ്മൾ 0 എന്ന് എഴുതി അല്ലേ? 3 - 3 0. ഇനി ഇവിടെ നോക്കിയേ, ആവറേജ് 3 ആണ്. ഇവിടെ എന്താണ്? 1 കൂടുതലാണ്, അപ്പോൾ നമ്മൾ 1 എന്ന് എഴുതി. ഇനി ഇവിടെ 5 ആവറേജിൽ നിന്നും 2 കൂടുതലാണ്, അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി? 2 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളിതെല്ലാം സം ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ -2ഉം ഈ +2ഉം ക്യാൻസൽ ആവും, ഈ -1 ഈ 1ഉം ക്യാൻസൽ ആവും. അപ്പോൾ എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ മീനിൽ നിന്ന് എത്രയാണോ ഡീവിയേറ്റ് ചെയ്യുന്നത് ആ ഡീവിയേഷൻ്റെ എല്ലാം സം എടുത്താൽ
നമുക്ക് എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ആവറേജ് മീൻ തന്നിരിക്കുന്നത് 38 അപ്പോൾ നോക്കിയേ, 38 ഓരോ നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യുക, എത്രയാണ് ഡീവിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. 38 35 എത്രയാണ്? -3 അല്ലേ, 3 കുറവാണ്. ഇനി പ്ലസ് 38 39 എത്ര? 1 കൂടുതലാണ് അല്ലേ, 1 കൂടുതലാണ്. ഇനി അടുത്തത് 38 41 എത്രയാ? 3 കൂടുതലാണ്. ഇനി അടുത്തത് 38 46 എത്രയാ? 8 കൂടുതലാണ്. ഇനി 38 27 എത്രയാ? 11 കുറവാണ് അല്ലേ, -11 കുറവാണ്. പ്ലസ് 38 എക്സ് അല്ലേ, 38 നിന്ന് എക്സ് കുറവാണോ കൂടുതലാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ കുറവായാലും കൂടുതലായാലും നമ്മൾ കെ എന്ന് ഇടുക. ഇതെല്ലാം കൂടി സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 0 എന്ന് കിട്ടണം അല്ലേ, 0 എന്ന് കിട്ടണം. അപ്പോൾ നോക്കിയേ, -3യും 3യും ക്യാൻസൽ ചെയ്തു. ഇനി 1 + 8 9 9 -11 -2. അപ്പോൾ -2 + k = 0. അപ്പോൾ കെയുടെ വാല്യൂ എന്ത് വരണം? കെയുടെ വാല്യൂ ഇവിടെ 2 എന്ന് വരണം, അതായത് +2 എന്ന് വരണം. +2 എന്ന് എപ്പോഴാണ് വരിക? ആവറേജിൽ നിന്നും 2 കൂടുമ്പോൾ അല്ലേ. ഇവിടെ ആവറേജ് എത്രയാണ്? 38. അപ്പോൾ 2 ഒന്ന് കൂട്ടിയേ, 38 + 2 40. അപ്പോൾ 40 ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The data given below shows the number of people who have saved a certain amount of money. Find the median എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. ഫൈൻഡ് ദ മീഡിയൻ. ഫൈൻഡ് ദ മീഡിയൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കഴിഞ്ഞ ഷിഫ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ ഇപ്പോൾ n എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ട്. ആ n ഓഡ് ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് n/2th നമ്പർ ആയിരിക്കും. ഇതാണ് ബേസിക്സ് അല്ലേ, ഇതിൻ്റെ ബേസിക് ഇതാണ്. അതായത് n ഒബ്സർവേഷൻ ഉണ്ട്. ആ n എന്ന് പറയുന്ന നമ്പർ ഓഡ് ആണെങ്കിൽ n/2th നമ്പർ ആയിരിക്കും അവരുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി n ഈവൻ ആണെങ്കിൽ ഇവരുടെ മീഡിയൻ എന്ന് പറയുന്നത് n/2ത്തിൻ്റെയും n/2 + 1ത്തിൻ്റെയും ആവറേജ് ആയിരിക്കും. അതായത് ഇപ്പോൾ n/2 8 ആണെങ്കിൽ 8ൻ്റെയും 9ൻ്റെയും ആവറേജ് വാല്യൂ ആയിരിക്കും എന്ത്? ആവറേജ് ഒബ്സർവേഷൻ ആയിരിക്കും എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ n ഓഡ് ആണെങ്കിൽ ഒരു കേസ്, ഈവൻ ആണെങ്കിൽ മറ്റൊരു കേസ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് എഴുതി പോവാം. അപ്പോൾ ഫസ്റ്റ് ആദ്യം 5 ഇത് സേവിങ്സ് ആണ്, ഈ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. അതായത് ഡാറ്റ മനസ്സിലായോ? ഒരാൾക്ക് 5 രൂപ സേവിങ്സ് ഉണ്ട്, 3 പേർക്ക് 15 രൂപ സേവിങ്സ് ഉണ്ട്, 4 പേർക്ക് 20 രൂപ സേവിങ്സ് ഉണ്ട്, 2 ആൾക്ക് 25, ഒരാൾക്ക് 30, അങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതി പോവാം. അപ്പോൾ നോക്കി, 5 എത്ര പേർക്കുണ്ട്? ഒരാൾക്കേ ഉള്ളൂ, അപ്പോൾ ഒരു 5 എഴുതി. ഇനി 15 എത്ര പേരുണ്ട്? 3 പേരുണ്ട്, അപ്പോൾ 3 വട്ടം 15 എന്ന് എഴുതി. 5 ഒരു വട്ടം എഴുതി, 3 വട്ടം 15 എന്ന് എഴുതി. ചെറുതാക്കി എഴുതുകയാണ്. ഓക്കെ, ഇനി അടുത്തത് 20 എത്ര പേർക്കുണ്ട്? 4 പേർക്കുണ്ട്, അപ്പം 4 പേർക്ക് 20 എന്ന് എഴുതി. അപ്പോൾ 5 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 20 കഴിഞ്ഞു. ഇനി അടുത്തത് 25 എത്ര പേർക്കുണ്ട്? 25 2 പേർക്ക് 25 ഉണ്ട്. 25 2 പേർക്ക്. ഞാനിങ്ങനെ ഡയറക്റ്റ് എഴുതി പോവാണ് കേട്ടോ, നമുക്ക് എളുപ്പത്തിന് അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ 30 എത്ര പേർക്കുണ്ട്? അടുത്തത് 30 ഒരാൾക്കുള്ളൂ, അപ്പോൾ 30 ഇവിടെ എഴുതി. ഇനി 35 ഒരാൾക്കുള്ളൂ, അത് മാറ്റിയാണ്. 35 ഒരാൾക്ക് എഴുതി. ഇനി അടുത്ത നോക്കിയേ, 40 2 പേർക്കുണ്ട്, അപ്പോൾ 2 40 എഴുതി. ഓക്കെ ആണല്ലോ? മൊത്തം എത്ര ഒബ്സർവേഷൻ ഉണ്ട്? ഇത് കൂട്ടിയാലും മതി. 1 + 3 4, 4 4 8, 8 2 10, 11 12, 14 ഒബ്സർവേഷൻ ഉണ്ട് അല്ലേ? നിങ്ങൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഒബ്സർവേഷൻ ഉണ്ട്. ഈ 14 n ആയിട്ട് എടുത്താൽ ഇതെന്താണ്? ഈവൻ ആണ്. ഓക്കെ, ഈവൻ ആണ്. അപ്പോൾ എന്താണ് മീഡിയൻ? m = n/2 പ്ലസ് എന്താണ്? n/2 14/2. അപ്പോൾ നിങ്ങൾ ആ ഫോർമുല എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. 14/2 7th പ്ലസ്
7 + 1 8th, ഇതിൻ്റെ ആവറേജ് ആയിരിക്കും ഉത്തരം. അപ്പോൾ 7th ഒബ്സർവേഷൻ നോക്കുക. 1 2 3 4 5 6 7. 7th ഒബ്സർവേഷൻ 20 ആണ്. 20. തൊട്ടടുത്ത ഒബ്സർവേഷൻ അതായത് 8th അല്ലേ, തൊട്ടടുത്തത് അതും 20 ആണ്. അപ്പോൾ 20 + 20/2 എത്രയാണ്? 20 + 20/2 20 തന്നെയാണ്. അപ്പോൾ 20 ആണ് നമ്മുടെ മീഡിയൻ. 20 ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. The average of 6 numbers n1, n2, n3, n4, n5 and n6 is A. 5 is subtracted from each number, then what is the new average? അപ്പോൾ ഓരോ നമ്പറിൽ നിന്നും എത്രയാണോ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ആ നമ്പർ തന്നെ സബ്സ്ട്രാക്ട് ചെയ്താൽ പുതിയ ആവറേജ് കിട്ടും. അതായത് ഇപ്പോൾ എ ആണ് ആവറേജ്, 5 വീതം സബ്സ്ട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ A - 5 ആണ് ആൻസർ. ഉണ്ടോ? ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം 5 വീതം പ്ലസ് ആണ് ചെയ്യുന്നതെങ്കിൽ A + 5 ആയിരിക്കും ആവറേജ്. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ജസ്റ്റ് നോക്കാം. നമ്മുടെ ആവറേജിൻ്റെ ഫോർമുല എന്താണ്? A = സം. സം എത്രയാണ്? n1 + n2 + n3 + n4 + n5 + n6. ഇതാണ് സം. ഇനി മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട് അല്ലേ, 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആവറേജ് = ഇനി ഓരോ നമ്പറിൽ നിന്നും എന്താണ്? -5 വെച്ച് സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ -5, ഇവിടെ -5, ഇവിടെ -5, ഇവിടെ -5, ഇവിടെ -5, ഇവിടെ -5, ഇവിടെ -5. അപ്പോൾ മൊത്തം എത്ര വരും? 1 2 3 4 5 6 വീതം -5, മൊത്തം എത്ര വരും? -30 വരും. ഓക്കെ ആണല്ലോ. അതായത് -5 -10 -15 -20 25 -30. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എന്ത് വരും? n1 + n2 + n3 + n4 + n5 + n6 -30. അപ്പോൾ പുതിയ ആവറേജ് A' ആണെന്ന് വിചാരിക്കുക. ഇനി ഇങ്ങനെ വരും n1 + n2 + n3 + n4 + n5 + n6 -30 / 6. ഇങ്ങനെ വരും. ഇതെന്ത് ചെയ്യുക? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഈ n6 വരെ /6 ചെയ്യുക. ഇനി -30 / 6 ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, മാറ്റമൊന്നും വരുന്നില്ല. ഇനി നോക്കിയേ, ഇതാണ് A അല്ലേ. n1 + n2 + n3 + n4 + n5 + n6 / 6 ആണ് A. നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 30/6 എത്രയാണ്? 5. അപ്പോൾ നോക്കിയേ, അപ്പോൾ പുതിയ ആവറേജ് A' എന്ന് പറയുന്നത് എത്രയാണ്? A - 5. കണ്ടോ? A - 5. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഒരേപോലെയാണ്. ഇപ്പം -1 വച്ചിട്ട് ഓരോ നമ്പറിന് -1 ആണ് ചെയ്യുന്നതെങ്കിൽ ആവറേജിൽ നിന്ന് -1 ചെയ്താൽ പുതിയ ആവറേജ് കിട്ടും. ഓരോ നമ്പറിൽ നിന്നും +2 വച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ആവറേജിൽ നിന്നും +2 ചെയ്താൽ പുതിയ ആവറേജ് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 6 1/2 + 80 / 40 - 30/7 ഓഫ് 5 - 1/3? അപ്പോൾ ഇതിനെ ഡയറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ബോർഡ് മാസ് ആണ്. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പോൾ 6 1/2, 6 × 12 + 1 13/2 ഇങ്ങനെ എഴുതി, പ്ലസ് 80 / 40 എത്രയാണ്? 80 / 40 2 ആണ്, മൈനസ് 30/7 ഇൻറ്റു, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, 30/7 ഇൻറ്റു 5 - 1/3, 5 × 3 15 -1 14, 14/3, 7 × 2 ആണ് 14, 30/3 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? 13/2 പ്ലസ് 2 മൈനസ് 10 × 2 എത്രയാണ്? 20. ഇനി ഇതെന്താ കിട്ടുക? 13/2 2 - 20 എത്രയാണ്? -18 ആണ്. ഓക്കെ, ഇനി സോൾവ് ചെയ്യുക. 13 - 18 × 2 36 / 2. 13 - 36 എത്രയാ? -23/2. ഓക്കെ, -23/2 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഡി എയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The bar chart given below shows the amount of sugar used in making 7 different varieties of sweets S1, S2, S3, S4, S5, S6 and S7 that has been shown as a percentage of total weight of the sweet. Then the total weight of the sweet S3 is 450 kg. What is the amount of sugar used in sweet S3? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യമൊക്കെ പിന്നെ നോക്കാം. നമുക്ക് ആദ്യം
ഇപ്പം തന്നിരിക്കുന്ന ഡി ഐ, ഇപ്പോൾ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ്റെ ക്വസ്റ്റൻ ആണ്, തന്നിരിക്കുന്ന ഡി ഐയുടെ ഡാറ്റ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതാണ് നമുക്ക് ചെയ്യേണ്ടത്, ഡി ഐ മനസ്സിലാക്കുക. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ ഇതൊരു ബാർ ചാർട്ടാണ്, അതായത് 7 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? S1, S2, S3, S4, S5, S6, S7. അപ്പോൾ ഇതെല്ലാം സ്വീറ്റ്സ് ആണ്. അപ്പോൾ ഈ സ്വീറ്റ്സിൽ ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ അളവാണ് ഈ പെർസെൻറ്റേജ് ആയിട്ട് തന്നിരിക്കുന്നത്, അല്ലേ? നോക്കിയേ, ദി എമൗണ്ട് ഓഫ് ഷുഗർ യൂസ്ഡ് ഇൻ മേക്കിംഗ് 7 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്വീറ്റ്സ് ആർ ഗിവൺ. കണ്ടോ? അതായത് S1 എന്ന സ്വീറ്റിൽ എത്രയാണ്? 23% ഷുഗർ. S2 എന്ന സ്വീറ്റിൽ എത്രയാണ്? 32% ഷുഗർ. S3 എത്രയാണ്? 16% ഷുഗർ. അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ. അപ്പോൾ എന്തൊക്കെയാണ്? 7 സ്വീറ്റ്സും അതിൻ്റെ ഷുഗറിൻ്റെ അളവ്. ഇനി ചോദ്യം നോക്കാം. ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ സ്വീറ്റ് S3 എന്ന ഡാറ്റയാണ് തന്നിരിക്കുന്നത്. S3 എന്ന സ്വീറ്റിൻ്റെ ടോട്ടൽ വെയ്റ്റ് എത്രയാണ്? 450 kg. ദെൻ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഷുഗർ യൂസ്ഡ് ഇൻ സ്വീറ്റ് S3? അപ്പോൾ S3യിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷുഗറിൻ്റെ അളവാണ്, അതായത് 16% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ വെയ്റ്റ് എത്രയാണ്? 450 kg. അപ്പോൾ നമ്മൾ ടോട്ടൽ വെയ്റ്റ് 100% എടുക്കുകയാണെങ്കിൽ 100% എത്രയാണ്? 450 kg എന്നാണ് തന്നിട്ടുള്ളത്, അല്ലേ? നമുക്ക് വേണ്ട എന്താണ്? S3ൻ്റെ ഷുഗറിൻ്റെ അളവാണ്. ഷുഗറിൻ്റെ അളവ് ഇവിടെ എത്രയാണ്? 16%. അപ്പോൾ 16% വേണ്ടത്. അപ്പോൾ നോക്കിയാൽ 450 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 16, അതായത് 450ൻ്റെ 16% ഷുഗറിൻ്റെ അളവ്. അത് കണ്ടുപിടിച്ചാലും മതി. കണ്ടോ? 450ൻ്റെ 16%. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയാൽ 0 0 കട്ട് ചെയ്യാം. 45 10 5 വെച്ച് കട്ട് ചെയ്യാലോ? 5 9 45, 5 ഇൻറ്റു 2 10. 16/2 എന്ന് പറയുന്നത് 8 ആണ്. 9 ഇൻറ്റു 8 72. ഓക്കെ, അപ്പോൾ 72 kg ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഡി ഐയിലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ലൈൻ ചാർട്ട് ഗിവൺ ബിലോ ഷോസ് ദ റേഷ്യോ ഓഫ് ഇമ്പോർട്ട്സ് ടു എക്സ്പോർട്ട്സ് ഫോർ എ കൺട്രി ഫോർ 5 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് Y1, Y2, Y3, Y4 ആൻഡ് Y5. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യം ഡാറ്റ മനസ്സിലാക്കുക. എന്താണ് ഡാറ്റ? ഒരു കൺട്രിയുടെ 5 വർഷത്തെ റേഷ്യോ തന്നിരിക്കുകയാണ്. എങ്ങനെയാണ് റേഷ്യോ തന്നിരിക്കുന്നത്? ഇമ്പോർട്ട്സ് ടു എക്സ്പോർട്ട്സ് ആണ്, അല്ലേ? റേഷ്യോ തന്നിരിക്കുന്നത് ഇമ്പോർട്ട്സ് ടു എക്സ്പോർട്ട്സ് എന്നാണ്. അപ്പോൾ 5 വർഷത്തെ ഡാറ്റയാണ് തന്നിരിക്കുന്നത് ഒരു കൺട്രിയുടെ. അപ്പോൾ നോക്കിയേ, Y1 എന്ന വർഷത്തിൽ എത്രയാണ് റേഷ്യോ? 0.8 ആണ്. Y2 0.9 ആണ്. Y3 1.1 ആണ്. Y4 1.05, Y5 0.95. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ഡാറ്റ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇമ്പോർട്ട്സ് ഫോർ ഇയർ Y5 ഈസ് ₹76,000 crore. ദെൻ വാട്ട് വിൽ ബി ദ എക്സ്പോർട്ട്സ് ഫോർ ദ ഇയർ Y5? സെയിം ഇയറിനെയാണ് ചോദിച്ചിരിക്കുന്നത്. വൈഫൈയുടെ തന്നെ ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും. ഓക്കെ, അപ്പോൾ വൈഫൈയുടെ റേഷ്യോ ഇവിടെ നോക്കുക. വൈഫൈയുടെ റേഷ്യോ ഇവിടെ നോക്കിയാൽ വൈഫൈയുടെ റേഷ്യോ ഇവിടെ 0.95 ആണ്. അപ്പോൾ ഞാൻ എടുത്ത ഏതാണ്? Y5 0.95. അപ്പോൾ ഇത് A/B ഫോമിലാക്കണം. നോക്കിയേ, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 95/100 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? 5 വെച്ച് കട്ട് ചെയ്യുക. ഇവിടെ നോക്കിയേ, 5 × 19 95, 5 × 20 100. അപ്പോൾ റേഷ്യോ 19/20 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയേ, ഇമ്പോർട്ട്സ് ടു എക്സ്പോർട്ട്സ് എന്നാണ് റേഷ്യോ. അപ്പോൾ ആദ്യം വരുന്നത് I ആണ്, പിന്നെ വരുന്നത് E ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ I/E ഈസ് ഈക്വൽ ടു 19/20 എന്നാണ് തന്നിരിക്കുന്നത്. ഇമ്പോർട്ട്സിൻ്റെ വില 19, എക്സ്പോർട്ട്സിൻ്റെ വില 20. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇമ്പോർട്ട്സിൻ്റെ വിലയാണ് തന്നിരിക്കുന്നത് 76,000 crores. അപ്പോൾ നോക്കിയേ, 19ൻ്റെ വാല്യൂ ആണ്, അല്ലേ? 19ൻ്റെ വാല്യൂ ആണ് ഇമ്പോർട്ട്സ്, അതാണ് 76,000. 19ൻ്റെ വില 76,000. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നോക്കിയേ, ഡയറക്റ്റ് ഡിവിസിബിൾ ആവണം. നോക്കിയേ, ഇവിടെ 19ഉം ഇവിടെ 76ഉം ആണ്. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, 9ഉം ഇവിടെ 6ഉം ആണ്, അല്ലേ? അപ്പോൾ 9 ഇൻറ്റു എത്രയാണ് 6 വരുന്നത്? 9 ഇൻറ്റു 4 എത്രയാണ്? 36. അവിടെ ഒരു 6 വരുന്നുണ്ട് യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട്, അല്ലേ? അപ്പോൾ 19 ഇൻറ്റു 4 നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയേ, 76 എന്ന് കിട്ടും. അപ്പോൾ 19 4 76 ആണ്. അപ്പോൾ 1ൻ്റെ വില എന്തായി? 1ൻ്റെ വില 4000. നമുക്ക് വേണ്ടത് 20 ആണ്. എക്സ്പോർട്ട്സിൻ്റെ വാല്യൂ 20 ആണ്. അപ്പോൾ 20ൻ്റെ വില എത്രയാ? 20 ഇൻറ്റു 4000 എത്രയാ? 80,000 crores. 80,000 crores ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. 20ൻ്റെ വാല്യൂ 80,000. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പോൾ സെയിം ഡാറ്റയാണ് അല്ലേ, ഇമ്പോർട്ട്സ് ടു എക്സ്പോർട്ട്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഗ്രാഫ് ജസ്റ്റ് നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? എക്സ്പോർട്ട്സ് ഫോർ ഇയർ Y3 ആർ മോർ ദാൻ ദ എക്സ്പോർട്ട്സ് ഫോർ ഇയർ Y2. ഇമ്പോർട്ട്സ് ഫോർ Y3 ഈസ് മാക്സിമം ഫോർ ഗിവൺ 5 years. ഡാറ്റ ഇൻസഫിഷ്യൻറ്റ്. ഇമ്പോർട്ട് ഫോർ Y1 ആർ ലീസ്റ്റ് ഫോർ ദ ഗിവൺ 5 years. അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ഇവിടെ റേഷ്യോ മാത്രമേ ഉള്ളൂ അല്ലേ, ഇമ്പോർട്ട്സിൻ്റെയും എക്സ്പോർട്ട്സിൻ്റെയും റേഷ്യോ മാത്രമേ ഉള്ളൂ. പക്ഷേ വേറെ ഒരു ഡാറ്റയും തന്നിട്ടില്ല. അതായത് ടോട്ടൽ എത്രയാണ്, ഇപ്പോൾ ഇമ്പോർട്ട്സ് എത്രയും തന്നിട്ടില്ല, എക്സ്പോർട്ട്സ് എത്രയും തന്നിട്ടില്ല, അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് തന്നിട്ടില്ല, ഒന്നും വേറെ ഒരു ഡാറ്റയും തന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ ഈ റേഷ്യോ മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഷ്യോ വെച്ചിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡാറ്റ ഈസ് ഇൻസഫിഷ്യൻ്റ് ആണ് ആൻസർ. ഉദാഹരണത്തിന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇവിടെ ഇമ്പോർട്ട്സ് 76,000 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഡാറ്റ തന്നെ, അപ്പോൾ ഇവിടെ അവരൊന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഷ്യോ വെച്ച് മാത്രം നമുക്കിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഉത്തരം? ഡാറ്റ ഈസ് ഇൻസഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ GD ആ തേർഡ് ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതെല്ലാം നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ 2 ഷിഫ്റ്റിലെയും വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണുക. ജസ്റ്റ് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ തിരുത്തുന്നതായിരിക്കും. ഇനി സ്പീഡ് കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ, ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്ക് സ്പീഡ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മാക്സിമം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. കാരണം ഇതേപോലത്തെ പാറ്റേൺസൊക്കെ ആയിരിക്കും SSCന് വീണ്ടും ചോദിക്കുക. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ തീർത്തിട്ട് മാത്രമേ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ GDയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ CGL, CHSL, CPO, MTS അതിൻ്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾ സെറ്റ് ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇത്രയും അടിപൊളിയായിട്ട് പഠിക്കുക, വീണ്ടും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഷിഫ്റ്റായിട്ട് വരാം. ബൈ.